എല്ലാവർക്കും നമസ്കാരം. കഥകളി വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതമാണ്. ഇന്ന് സരസമായ രസകരമായ ഒരു വർത്തമാനം നമുക്ക് കഥകളി ലോകത്തിലെ ശക്തയായ സ്ത്രീ സാന്നിധ്യം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന സ്ത്രീ സൗന്ദര്യത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്ന സ്ത്രീവേഷങ്ങളുടെ ഭാഗമായി നിലകൊള്ളുന്ന ശ്രീമതി ഹരിപ്രിയ നമ്പൂതിരിയാണ് ഇന്ന് നമ്മുടെ കഥകളി വർത്തമാനത്തിൽ നമ്മളോടൊപ്പം ഉള്ളത്. കഥകളി വർത്തമാനത്തിലേക്ക് ഹരിപ്രിയക്ക് സ്വാഗതം. നമസ്കാരം. അപ്പോ ചോദ്യം സ്ഥിരം ഒരു ക്ലീശ ചോദ്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥകളിക്ക് എങ്ങനെ വന്നു എന്നൊക്കെ നമുക്ക് അതിന് പകരമായിട്ട് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹരിപ്രിയ കഥകളിയിൽ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഹരിപ്രിയ കഥകളിയിൽ വന്നൊരു വഴിയുണ്ട്, ഒരു ബന്ധുബലത്തിന്റെ വഴിയാണ് ഹരിപ്രിയക്ക് കഥകളിയിലേക്ക് ആകർഷിക്കപ്പെട്ട ഒരു വഴി. എനിക്ക് നിശ്ചയമുണ്ടെങ്കിലും പലപ്പോഴും പ്രേക്ഷകർക്ക് എന്തായാലും അറിയുണ്ടാവില്ല. അപ്പൊ ഏത് രീതിയിലാണ് ആ ഒരു ബന്ധുബലം ഹരിപ്രിയയ്ക്ക് മുമ്പ് ഹരിപ്രിയയുടെ ചേച്ചിമാരും സഹോദരനും ഒക്കെ ഈ ഒരു എന്താ പറയുക കഥകളി ലോകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്ന് വ്യത്യസ്തയാണ് എന്നുള്ളത് എന്നിരുന്നാൽ കൂടിയിട്ട് എങ്ങനെയാണ് ആ ഒരു സ്വാധീനത്തിൽ കൂടെ ഹരിപ്രിയ ഈ കഥകളിക്ക് വരാൻ ഇടയുണ്ടായത്? എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ ഇല്ലത്ത് എല്ലാം കഥകളി വർത്താനം ആണ് ധാരാളം ഉണ്ടായിരുന്നത്. ഓരോ കളികൾക്ക് ധാരാളം പോയിരുന്നു. അത് കഴിഞ്ഞ് വന്നാലത്തെ ഡിസ്കഷൻസ് ആണെങ്കിലും, പിന്നെ അമ്മ മലയാളം ടീച്ചറാണ്. അപ്പോൾ എല്ലാ കൊല്ലവും 10ാം ക്ലാസ്സിലൊക്കെ നളയരുതൊക്കെ പഠിപ്പിക്കാനുണ്ടാവും. അപ്പോൾ അതിൻ്റെ ചില വർത്തമാനങ്ങൾ, പിന്നെ അങ്ങനെ പദങ്ങൾ ശരിക്കും കഥകളിയൊക്കെ അറിഞ്ഞ് ആസ്വദിക്കണതിനൊക്കെ മുമ്പ് തന്നെ കഥകളി പദങ്ങൾ ശരിക്കും മനസ്സിൽ ഇങ്ങനെ തറഞ്ഞു നിന്നിരുന്നു. അത് എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ സിനിമാ പാട്ടൊന്നും അല്ല പാടി നടക്കാറ്, കഥകളി പദമാണ്. മാത്രമല്ല ഞാൻ സിനിമാ പാട്ടൊക്കെ പാടുമ്പോൾ ഇത് കഥകളി പദം പാടണ പോലെയാണല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യും കസിൻസൊക്കെ. അങ്ങനെ ആ ഒരു ഇത്. അപ്പോൾ കഥകളി എന്നും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. ധാരാളം പിന്നെ തൃപ്പൂണിത്തുറ ആയതുകൊണ്ട് ധാരാളം ഉത്സവങ്ങളൊക്കെ കണ്ടും അങ്ങനെ കഥകളി എന്നും ജീവിതത്തിന്റെ ഭാഗം തന്നെ ആയിരുന്നു. എന്നാലും എൻ്റെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. കാരണം ഹരിപ്രിയയുടെ കസിൻസ് ഒരുപാട് പേര് കഥകളി രംഗത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു സ്വാധീനം അങ്ങനെ കണ്ടു മോഹിച്ചാണ് ഹരിപ്രിയ കുറച്ചു കാലത്തിന് ശേഷമാണ് കഥകളി പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ ഉദ്ദേശിച്ച ചോദ്യം അത് തന്നെയാണ്. അത് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഏത് രീതിയിലായിരുന്നു എന്നുള്ളത്. അത് എന്താ വെച്ചാൽ എൻ്റെ അമ്മയുടെ ഇല്ലത്ത് പുല്ലൂരമന മഞ്ചേരി, അവിടെ ഒരു കുടുംബസംഗമം ഉണ്ടായി 97. അപ്പം അന്ന് എൻ്റെ ഒരു അമ്മാവൻ്റെ മകൻ ആട്ടക്കഥ എഴുതി കലാമണ്ഡലം സാജൻ ചിട്ടപ്പെടുത്തി. അമ്മയുടെ അനിയത്തി ഗൗരി മുതൽക്ക് കോട്ടക്കൽ ജയശ്രീ, സുജാത, സുനോജ്, ഷാനോജ്, പിന്നെ പുല്ലൂർ മനോജ്, ഇപ്പം സാരംഗിൻ്റെ അച്ഛൻ, അങ്ങനെ അവരെല്ലാവരും അതിൽ പങ്കെടുത്തു. അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് റിഹേഴ്സലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ സമയത്തെ പരിപാടിക്ക് അവിടെ എത്തിയുള്ളൂ. എന്നെ സംബന്ധിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ലെഫ്റ്റ് ഔട്ട് ഫീലിംഗ് വന്നു. എന്താ വെച്ചാൽ ഞാനും എൻ്റെ അനിയൻ നാടകമൊക്കെ ചെയ്യും, പാളും എന്തൊക്കെയോ ചെയ്തു, പക്ഷെ ഞാൻ മാത്രം അതിലില്ല. ബാക്കി എല്ലാവരും അതിൽ ഭയങ്കര ഇൻവോൾവ്. അപ്പോൾ രാവിലെ മുതൽക്ക് എല്ലാവരും കഥകളിയുടെ തയ്യാറെടുപ്പും, പിന്നെ അണിയറക്കാർ വന്നു, കോപ്പ് വന്നു, ചുട്ടി, ഇതൊക്കെ. അപ്പം എനിക്ക് ഭയങ്കര മോഹം പണ്ടും ഉണ്ടായിരുന്നു കഥകളി. ഞാൻ കുറച്ച് കഥകളി പദമൊക്കെ പഠിച്ചതാണ്, പിന്നെ അത് നിർത്തി. പിന്നെ അതങ്ങനെ അങ്ങോട്ട് വിട്ടുപോയത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ലെഫ്റ്റ് ഔട്ട് ഫീലിംഗ് വന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോരുമ്പോൾ ഞാനൊരു ഡിക്ലറേഷനാണ്, ഞാൻ കഥകളി പഠിക്കാൻ പോവാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ എല്ലാവരും ചോദിച്ചത് ഈ വയസ്സ് കാലത്തോ എന്നുള്ളൊരു ചോദ്യമാണ് വന്നത്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കഥകളിയിലേക്ക് വന്നത്. പിന്നെ പാരമ്പര്യം പറയാനാണെങ്കിൽ പുല്ലൂർമന അവിടെ ചുമർചിത്രം, അവിടെ ലങ്കാലക്ഷ്മിയുടെയും ഹനുമാൻ്റെയും ചുമർചിത്രമാണ്. പിന്നെ പണ്ട് KPS മേനോൻ്റെ കഥകളി രംഗത്തിൽ അത് എഴുതിയിട്ടുണ്ട്. പിന്നെ മഞ്ചേരി ഒരു പ്രഖ്യാമായിട്ടുള്ളൊരു സ്ത്രീവേഷക്കാരൻ, അദ്ദേഹം ഈ കളിയോഗത്തുനിന്നാണ്, അവിടെ മാത്ത കളിയോഗത്തിലാണ് പഠിച്ച് കേമനായത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ ഒരു പാരമ്പര്യത്തിൽ ഞാൻ വിചാരിക്കും ആ ഒരു ചോരയായിരിക്കും. തീർച്ചയായിട്ടും അപ്പൊ ഒരു പാരമ്പര്യത്തിന്റെ ഒരു ശക്തി അവിടെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന് പിന്നെ ഇപ്പൊ അതേ ചോദ്യങ്ങളിലേക്ക് അല്ല, അതിന് പകരം നമ്മളൊരു പ്രായത്തിലാണ് സാധാരണ കഥകളി അഭ്യസിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ ഒരു ചെറുപ്രായത്തിൽ കുട്ടിക്കാലത്താണ് നമ്മൾ കുട്ടികളെ അഭ്യസിപ്പിക്കാൻ എളുപ്പം. അപ്പൊ ഹരിപ്രിയയെ സംബന്ധിച്ച് അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 23 or 24 ഒക്കെ ആണെന്ന് തോന്നുന്നു ആ സമയത്തേക്ക്. അപ്പൊ ആ ഒരു പ്രായത്തിലാണ് ഹരിപ്രിയ കഥകളി പഠിക്കാം എന്നുള്ള ഒരു തീരുമാനം എടുത്ത് മോഹത്തിന്റെ മുകളിൽ കഥകളി പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ഒരു പ്രായം കടന്നു കഴിഞ്ഞ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്കറിയാം ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അതിനെയൊക്കെ മറികടക്കാൻ എങ്ങനെയാ പറ്റിയത്, അല്ലെങ്കിൽ അതിനെ
ആ ഒരു ആവേശം, പഠിക്കണം എന്നുള്ള ഒരു ആവേശമാണോ അതിനെയൊക്കെ മറികടക്കാൻ പ്രാപ്തിയാക്കിയത്? തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ പഠിക്കണം തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ തൃപ്പൂണിത്തുറ തീർച്ചയായിട്ടും RV ദാമോദര പിഷാരടി, അദ്ദേഹമാണ് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് വരിക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹം വളരെ തുറന്ന മനസ്സോടുകൂടി തന്നെ പഠിപ്പിക്കാമെന്ന് പറയുകയും ചെയ്തു. പിന്നെ ആശാൻ പറഞ്ഞു പ്രായമൊക്കെ കുറച്ചായി അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് അരങ്ങേറ്റമൊന്നും വേണ്ട, അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം. എനിക്ക് അത്രേ ഉദ്ദേശമുള്ളൂ, അരങ്ങേറുക എന്നുള്ളതൊന്നും എൻ്റെ ഉദ്ദേശമല്ല, മോഹമായിട്ട് പഠിക്കുകയാണ്. അപ്പോൾ ബേസിക്സ് തന്നെ ചിട്ടയായിട്ട് തന്നെ ബേസിക്സ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കാൽസാധകം, കണ്ണുസാധകം, തോടയം, പുറപ്പാട്, താളം പിടിച്ച് അങ്ങനെയൊക്കെ അങ്ങനെ ചിട്ടയായിട്ടുള്ള സമയം കൊണ്ട് ചിട്ടയായിട്ട് അങ്ങനെ ഒരു പഠിപ്പാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു ആശാൻ വേറൊരു കാര്യം എപ്പോഴും പറയാറെന്ന് വെച്ചാൽ കണ്ട് ശീലമുള്ളതുകൊണ്ട്, ഈ പറഞ്ഞ പോലെ പദങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഹൃദിസ്ഥമായതുകൊണ്ട്, കണ്ട് ശീലമുള്ളതുകൊണ്ട് പെട്ടെന്ന് പലതും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഠിപ്പിക്കാൻ എളുപ്പമുണ്ടെന്ന് ആശാൻ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെയാണ് ഒരു പഠനം വെച്ചാൽ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ആശാനും കുറച്ച് എളുപ്പമുണ്ടായിരുന്നു, കേട്ട് ശീലമുള്ളതുകൊണ്ട് എനിക്കും എളുപ്പമുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഹരിപ്രിയ എപ്പോഴും നമുക്ക് ഹരിപ്രിയ എന്നൊരു പേര് പറയുമ്പോൾ തന്നെ ആ സ്ത്രീവേഷം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രായം കഴിഞ്ഞ് പഠിക്കാൻ തുടങ്ങിയത് കൊണ്ടാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രത്യേക പ്രേരണ ഉണ്ടായിരുന്നു? ഒരു സ്ത്രീവേഷം, കഥകളിയിലുള്ള സ്ത്രീവേഷം തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ സ്ത്രീവേഷത്തിലേക്ക് കടക്കാം എന്നൊരു ചിന്ത എപ്പോഴെങ്കിലും വന്നിട്ടുണ്ട്? അത് സത്യം പറഞ്ഞാൽ അങ്ങനെ പ്ലാൻ ചെയ്തൊന്നുമല്ല, പേടി കാരണം. അതാണ് കാര്യം. കാരണം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അരങ്ങേറുന്ന ഒരു ഉദ്ദേശം ഉണ്ടായില്ല. അപ്പൊ പഠിച്ചൊരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ആശാൻ പറഞ്ഞു ഇനി ഇങ്ങനെ ആയാൽ പറ്റില്ല, അരങ്ങേറണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട ആശാൻ. അപ്പൊ അങ്ങനെയല്ല, അല്ല അതിനിപ്പോ എന്താന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ വൃശ്ചിക മാസത്തിൽ കാർത്തികയ്ക്ക് ഒരു ദക്ഷയാഗം ആശാന്റെ കെയർ ഓഫിൽ ചേരാനല്ലൊരു കളി നിശ്ചയിച്ചു കാർത്തികേയനി ക്ഷേത്രത്തിൽ. അപ്പോൾ ആശാനെ ഏത് വേഷം എനിക്ക് ചോയ്സ് തന്നു, ഏത് വേഷമാണ് വേണ്ടേ, സതി വേണോ ശിവൻ വേണോ എന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് സതി മതി. അതെന്താ ശിവൻ സന്താപമരുത്, അപ്പൊ ഞങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് സന്താപമരുതരുതൊക്കെ. അപ്പോൾ അതൊന്നും അരങ്ങത്ത് എനിക്ക് ഉടുത്തു കെട്ടും നമ്മൾ മനസ്സിൽ വലിയ വലിയ ചിത്രങ്ങളാണ് കഥകളി എന്ന് പറഞ്ഞാൽ, പിന്നെ സങ്കല്പങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ സന്താപമരുതരുതൊക്കെ ഇങ്ങനെ കളിക്കണം, ഇത്ര കലാശമൊക്കെ എടുത്ത് വേണ്ട ഞാൻ സതി കളിച്ചോളാം. പേടിച്ചിട്ടാണ്, വേറൊന്നുമല്ല, പേടിച്ചിട്ടാണ് സ്ത്രീകൾക്ക്. അത് എനിക്കൊരു പുതിയ അറിവാട്ടോ. ഞാൻ വിചാരിച്ചു മോഹൻ കൊണ്ട് എത്ര കാലം ധരിച്ചു. പിന്നെ വീണ്ടും ഗുരുനാഥന്മാരിലേക്ക് വരികയാണെങ്കിൽ ഹരിപ്രിയയുടെ ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരിവായ അനവധി സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് പലപ്പോഴും മാറി നിന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഈ ഗുരുനാഥന്മാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ദാമോദര പിഷാരടി ആശാനെ കുറിച്ച് പറഞ്ഞു. പിഷാരടി ആശാനെ കുറിച്ച് തൃപ്പൂണിത്തുറയിലുള്ള മൺതരികൾക്ക് വരെ അറിയാം ആശാൻ എങ്ങനെയാണെന്നുള്ളത്. കാരണം അത്രയും സൗമ്യ ഭാവത്തിലുള്ളൊരു ഗുരുനാഥനെ കിട്ടലൊക്കെ എളുപ്പമല്ല. പക്ഷേ ഹരിപ്രിയയുടെ സ്ത്രീവേഷത്തിലേക്ക് കുറച്ചും കൂടി എന്താ പറയുക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു മാറ്റം ഹരിപ്രിയയുടെ ജീവിതത്തിലുണ്ടായി. അപ്പോൾ അവിടെ നിന്ന് പത്മനാഭനാശാന്റെ ഇടയ്ക്കിലേക്കും വാസുവാശാന്റെ ഇടയ്ക്കിലേക്കും ഒരു എത്തപ്പെട്ട ഒരു പ്രയാണം ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? ഷാരടി ആശാന്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വെച്ചാൽ ആദ്യം സ്ത്രീവേഷം സതിയാണ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. പിന്നെ അങ്ങനെ ലേഡീസ് ട്രൂപ്പിലും പിന്നെ കുറേ സതികൾ അടുപ്പിച്ച് കെട്ടി. അപ്പൊ എല്ലാവരും ഹരിപ്രിയ മാറി സതിപ്രിയ ആയില്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. അങ്ങനെ അതങ്ങനെ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്ത്രീവേഷമാണ് എൻ്റെ ഒരു ഫോർട്ടെ അല്ലെങ്കിൽ എൻ്റെ ഏരിയ അതാണെന്നൊരു തിരിച്ചറിവ് പോലെ ശരിക്കും പറഞ്ഞാൽ വന്നത്. എന്ന് വെച്ചാൽ എനിക്ക് പുരുഷവേഷങ്ങൾ ഞാൻ ഇടയ്ക്ക് ഒരു സന്താനപാലൻ കൃഷ്ണനൊക്കെ കെട്ടി. അതുമൊക്കെ രസമായിട്ടുള്ള കഥയാണ്. നമ്മുടെ ഇല്ലത്തെ അമ്പലത്തിൽ തന്നെ സന്താനപാലൻ കൃഷ്ണൻ കെട്ടി. ഈ അരങ്ങത്തെ അപ്പോൾ ആദ്യത്തെ രംഗം കഴിഞ്ഞാൽ കുറേ നേരം വെറുതെ ഇരിക്കണം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഉടുത്ത് കെട്ടാണ്. അപ്പോൾ ഈ ഇവിടെ ഇങ്ങനെ എല്ലിൻ്റെ അവിടേക്ക് ഈ കച്ച ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വേദനിച്ചിട്ട് വയ്യ, എന്താ ചെയ്യേണ്ടതെന്ന് പറയില്ല. കുറച്ച് കഴിഞ്ഞാൽ ആശാൻ്റെ അടുത്ത് വന്നിട്ട് ആശാൻ ഇതൊന്നും ശരിയാക്കി തരും. അപ്പോൾ ആശാൻ ഇങ്ങനെ പൊക്കി തരും. കുറച്ച് കഴിഞ്ഞാൽ ഇതെന്താ ഇത് കുട്ടി ആശാന എങ്ങനെയല്ല അത് അങ്ങനെ കഴിഞ്ഞു. അതിനിടയ്ക്ക് രുക്മിണീശ്വരൻ കൃഷ്ണൻ ഞാൻ വേണ്ട അത് കഴിഞ്ഞ് അപ്പോൾ പിന്നെ അപ്പോൾ എനിക്ക് പ്രവൃത്തിയിലാണെങ്കിലും അതെ എനിക്കൊരു തോന്നലാണ് അറിയില്ല, ചെറിയ മുഖമാണ്. അപ്പോൾ ഒരു പുരുഷവേഷം എന്നൊക്കെ പറയുമ്പോൾ ഒരു സങ്കല്പത്തിലേക്കൊന്നും എൻ്റെ ഒരു ഫിസിക്കൊന്നും അത്ര എത്തില്ല എന്നൊക്കെ അങ്ങനെയുള്ള എൻ്റെ കഥകളി സങ്കല്പങ്ങളിലേക്ക് എൻ്റെ ശരീരം മാച്ച് ചെയ്യാത്തതുകൊണ്ട് എന്തോ എനിക്ക് എൻ്റെ ഒരു ഏരിയ സ്ത്രീവേഷം തന്നെയാണെന്നുള്ളൊരു
തീരുമാനത്തിലേക്ക് ഞാൻ പിന്നെ എത്തി. ആദ്യം അബദ്ധത്തിൽ ബൈ ഡിഫോൾട്ട് എത്തിയതാണെങ്കിലും പിന്നെ ഞാനതൊരു ചോയ്സായിട്ട് ഇതാണ് എൻ്റെ ഏരിയ എന്നുള്ളൊരു, ഇവിടെയാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നലിലേക്ക് ഞാൻ മാറി. അവിടുന്ന് പിന്നെ അപ്പോൾ തൃപ്പൂണിത്തുറ ഫാക്ട് പത്മനാഭൻ സ്ത്രീവേഷത്തിൽ അറിയപ്പെടുന്ന കലാകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ കൂടുതലായിട്ട് കൃമീരസ ലളിത പോലെയുള്ള വേഷങ്ങളൊക്കെ പിന്നെ അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിക്കുക, അങ്ങനെ അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിച്ചു. പിന്നെ മറ്റു ചില കാരണങ്ങളെ കൊണ്ട് ഞാൻ എൻ്റെ സ്ഥലം ജീവിതം കോയമ്പത്തൂർക്ക് മാറിയപ്പോൾ അങ്ങനെയാണ് വാസു ആശാൻ്റെ അടുത്ത് വന്ന് കോങ്ങാട് പാലക്കാട് വന്ന് ആശാൻ്റെ അടുത്ത് പഠിക്കാനൊരു അവസരം കിട്ടി. അപ്പോൾ അവിടുന്ന് പിന്നെ കൂടുതൽ ആദ്യവസാന വേഷങ്ങൾ, കൂടുതൽ ചിട്ടയായിട്ടുള്ള ഒരു പഠനം. ഇവിടെ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 2-3 ദിവസം ഓരോരോ മണിക്കൂർ അങ്ങനത്തെ ഒരു പഠനമാണെങ്കിൽ വാസു ആശാൻ്റെ അടുത്ത് ഒരു ദിവസം മുഴുവൻ ആശാൻ്റെ കീഴിൽ ഇരുന്ന് പഠിക്കുക. അതുപോലെ കുറച്ച് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ ആശാൻ്റെ വീട്ടിലൊരു ഗുരുകുല സമ്പ്രദായത്തിൽ പഠിക്കുക. അപ്പോൾ ആശാൻ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത്, ഞാൻ വരണ ദിവസം അല്ലെങ്കിൽ ഞാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ആശാൻ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദിവസം ഇത്ര മണിക്ക് ഇത്ര അങ്ങനെ ആ കൃത്യം കണക്ക് ശരിക്കും ആശാൻ കളരിയിൽ പഠിപ്പിച്ചിരുന്ന ആ ഒരു ചിട്ട അതേപോലെ ഫോളോ ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു 6-6:30 ഇനി മേല് കഴുകി വന്നോളൂ എന്ന് പറയും. അപ്പോൾ 7:30 വീണ്ടും ക്ലാസ്. അപ്പോൾ ഇരുന്ന് ക്ലാസ്, താളം പിടിക്കുക, പാടി താളം പിടിച്ച് അതിൽ ഇരുന്ന് മുദ്ര കാണിക്കുക, പിന്നെ നവരസാഭിനയം പകൽ സമയത്ത്, അങ്ങനെ കണ്ണ് സാധകം എല്ലാം ചൊല്ലിയാട്ടം, അതൊക്കെ ആ ഒരു കലാമണ്ഡലത്തിൽ അല്ലെങ്കിൽ ആശാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു വഴിയിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അത് ഭയങ്കര ഒരു ഇൻറ്റൻസ് സ്റ്റഡി എന്ന് പറയുന്നത് ശരിക്കും സംഭവിച്ചു. അത് വളരെ തന്നെ ഒരു കഥകളിയെ ഗൗരവമായിട്ട് അതുവരെ കണ്ട രീതിയിൽ നിന്നും വേറൊരു രീതിയിലേക്ക് കാണാനും ആ ഒരു ഗൗരവം ഉൾക്കൊള്ളാനൊക്കെ ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഹരിപ്രിയ പല ജോലികളും ചെയ്യുന്നുണ്ടായിരുന്നു. ടീച്ചറായിരുന്നു കുറച്ചു കാലം, ഒരു ബുട്ടീക്ക് ഉണ്ടായിരുന്നു കുറച്ചു കാലം എനിക്ക്. അപ്പോൾ പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് കഥകളി ഇപ്പോൾ വാസുവാസന്റെ അടുത്തുള്ള ഈ ഒരു പഠന രീതി ഇപ്പം എനിക്ക് കേട്ടെടുത്തുനിന്ന് അങ്ങനെയാണ് മനസ്സിലായ ഒരു പഠന രീതിയാണ്, കഥകളിയാണ് ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി മാറേണ്ടത് എന്നൊരു ചിന്തയിലേക്ക് വരാൻ അതാണ് സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഗുരുനാഥന്മാരെ പറ്റി പറഞ്ഞപ്പോൾ ഇവരുടെ ഒരു നിഷ്കർഷമായിട്ടുള്ള പഠിപ്പിക്കൽ നമുക്കറിയാം, അപ്പോൾ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ട്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഥകളിയിൽ പല കാറ്റഗറി ഓഫ് സ്ത്രീ വേഷങ്ങളുണ്ട്. ഹരിപ്രിയയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം എല്ലാം കാറ്റഗറിയിലുള്ള വേഷങ്ങളും ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ചൊല്ലിയാടി പുരുഷവേഷത്തിൻ്റെ കൂടെ നിന്ന് ചൊല്ലിയാടുന്ന മണ്ടോദരി പോലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേഷങ്ങളുണ്ട്, പത്നീഭാവത്തിലുള്ള വേഷങ്ങളുണ്ട്. പിന്നെ വളരെ എന്താ പറയുക ചിട്ടയോട് കൂടിയിട്ട് ഇപ്പോൾ ഉർവശിയെ പോലെ, ഉർവശിയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഹരിപ്രിയാണ് ആദ്യമായിട്ട് അരങ്ങത്ത് അവതരിപ്പിച്ച സ്ത്രീ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയല്ല, പണ്ടുണ്ട്, ഇപ്പോഴത്തെ ഒരു ജനറേഷനിലൊക്കെ ഒരു പക്ഷേ ഞാൻ അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ അങ്ങനെയുള്ള വളരെ നിഷ്കർഷയോടുകൂടി ഭാവം മാത്രമല്ല ചിട്ടകളും അല്ലെങ്കിൽ താളം അതിൻ്റെ ക്രമം ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന വേഷങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ചിട്ടയായിട്ടുള്ള വേഷങ്ങൾ. പിന്നെ കഥകളിയിലെ നായിക വേഷങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് ദമയന്തി, ദേവയാനി, മോഹിനി പോലെയുള്ള വേഷങ്ങൾ. ഈ 3 തലത്തിലുള്ള വേഷങ്ങളും ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ എടുക്കേണ്ട പ്രിപ്പറേഷൻസ് ഉണ്ട്. അത് ഏത് രീതിയിലാണ് ഒരു സ്ത്രീ വേഷക്കാരി എന്നുള്ള നിലയിൽ, ഇപ്പോൾ എനിക്കറിയാം ഒരു വേഷക്കാരി എന്നുള്ള നിലയിൽ സ്ത്രീവേഷമായിക്കോട്ടെ പുരുഷവേഷമായിക്കോട്ടെ പഠിക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരുപോലെ ബുദ്ധിമുട്ടാണ്. ഒരു പക്ഷെ സ്ത്രീവേഷം പഠിക്കാനാണ് കൂടുതൽ ബുദ്ധിമുട്ടെന്ന് ഞാൻ പറയും ഇപ്പുറത്തിരുന്നിട്ട്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അതാണ്. കാരണം അതിനെ ആവിഷ്കരിച്ചെടുക്കുക, ആ മാനസികാവസ്ഥ ഉണ്ടാവുക. കാരണം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് പുരുഷൻ സ്ത്രീവേഷം ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട്, സ്ത്രീ ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട് എന്നൊക്കെ പറയുന്നതിൽ നിന്നും ഹരിപ്രിയയുടെ കാഴ്ചപ്പാടിൽ ഇപ്പം ഇത്രയും കാലമായി സ്ത്രീവേഷങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്നു, എല്ലാ തരത്തിലുള്ള വേഷങ്ങളും കൈകാര്യം ചെയ്യുന്നു. അപ്പം എനിക്ക് അറിയേണ്ടത് ഈ തലങ്ങളില്ല 3 തലങ്ങളിലുള്ള വേഷങ്ങളിലെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയും അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന എഫർട്ടും, പിന്നെ ഈ സ്ത്രീയാണ് നല്ലത് പുരുഷനാണ് നല്ലത് എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതിനെ ഹരിപ്രിയ കാണുന്ന ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണെന്നുള്ളതാണ്. ഒന്ന് പലതരം വേഷങ്ങൾ, അതിപ്പോൾ ഏത് വേഷം നമ്മൾ അരങ്ങത്ത് ഇപ്പോൾ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്രമത്തിലാണല്ലോ. ആദ്യം ചെറിയ ചെറിയ വേഷങ്ങൾ, അത് കഴിഞ്ഞ് പിന്നെ ചൊല്ലിയാട്ട പ്രധാന ആദ്യവസാന വേഷങ്ങൾ, പിന്നെയാണ് നമുക്കിപ്പോൾ അവസരങ്ങൾ ദമയന്തിയൊക്കെ കിട്ടാൻ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാനോ ആ രീതിയിൽ അതിനെ ഫലിപ്പിക്കാനോ ഒക്കെ ഒരു പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് നളയരുതം പോലെയുള്ള വേഷങ്ങളായിരിക്കും, ചിട്ടപ്രധാനമായിട്ടുള്ള വേഷങ്ങളെക്കാട്ടിലും. അപ്പോൾ ഇതിലുള്ളൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഏത് വേഷം നമ്മൾ അരങ്ങത്ത് ചെയ്യാൻ പോവുകയാണെങ്കിലും ഒരു പ്രിപ്പറേഷൻ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. എത്ര പഠിച്ച എത്ര കളിച്ച വേഷമാണെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ
ഒരു അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുകയും കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ചിട്ടയും കാര്യങ്ങളും ഒക്കെ ഉള്ളതൊക്കെ ഒന്ന് ആലോചിക്കുകയും ഒക്കെ ചെയ്തിട്ട് അരങ്ങത്ത് പോണതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോരായ്മ ചിലപ്പോൾ നമ്മൾ അരങ്ങത്ത് കണ്ടുവന്ന് വരും. പിന്നെ അതൊരു ഫാക്ടർ. പിന്നെ ഇപ്പം ചിട്ടപ്രധാനമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അത് നമ്മൾ കളരിയിൽ ചൊല്ലിയാടി ഹൃദയസ്ഥമാക്കി വെച്ചിട്ടുണ്ട്. അതാ പറഞ്ഞു തന്ന രീതിയിൽ തന്നെ നമ്മൾ കളിക്കുക വേണ്ടു. പക്ഷേ അവിടെ ഒരു എക്സ്ട്രാ സാധനം വരണമെന്ന് വെച്ചാൽ നമ്മൾ ചൊല്ലിയാടി ശരീരത്തിലേക്ക് അതൊരു മസിൽ മെമ്മറി ആയിട്ട് വന്നൊരു സാധനം. അത് നമുക്ക് ആ മസിൽ മെമ്മറി ആയാലേ നമുക്ക് നമ്മുടെ ആലോചന അല്ലെങ്കിൽ ഈ ശരീരത്തിനെ പറ്റി അല്ലെങ്കിൽ താളത്തിനെ ശ്രദ്ധിക്കാണ്ട് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയാണല്ലോ ഇനിയിപ്പോൾ ഇവിടെ വട്ടം വയ്ക്കാം അങ്ങനെ നമ്മൾ ആലോചിക്കാണ്ട് അത് നാച്ചുറലായിട്ട് വന്നാലേ നമുക്ക് ആ കഥാപാത്രത്തിലേക്കോ അല്ലെങ്കിൽ ആ സാത്വിക അഭിനയത്തിലേക്കോ ശ്രദ്ധിക്കാൻ പറ്റില്ല, ക്യാരക്ടറിലേക്ക് നമുക്ക് ആഴ്ന്നിറങ്ങാൻ പറ്റുള്ളൂ. എന്നാൽ തന്നെ പലപ്പോഴും രഞ്ജിനിക്ക് അനുഭവം ഉണ്ടാവും. നമ്മളിങ്ങനെ വല്ലാണ്ട് അതിൽ ലയിച്ചു പോയാൽ അപ്പോഴേക്കും ചിലപ്പോൾ പലതും പല കണക്കൊക്കെ തെറ്റും. അപ്പൊ നമുക്ക് ലയിക്കാനുള്ള സമയമില്ല. പ്രത്യേകിച്ച് ചിട്ടപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ. ഇപ്പൊ പൊന്നാനി ശങ്കടിക്ക് തീരണം. അവിടെ നമ്മൾ ആ വല്ലാണ്ട കഥാപാത്രമായിട്ട് ലയിക്കാൻ പോയാൽ പ്രശ്നമായി. കാരണം അത് മൊത്തം ഒരു കണക്കിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ നമുക്ക് അതിനുള്ളൊരു സ്പേസ് ഇല്ല. അപ്പൊ അത് നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. നേരെ മറിച്ച് ഇപ്പോൾ നളയരുതും അല്ലെങ്കിൽ ദമയന്തിമാരും മോഹിനിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു തവണ ഒരു എക്സ്ട്രാ താളവട്ടം പാടി എന്ന് പറഞ്ഞാൽ ഇപ്പം അതിലൊരു കുഴപ്പമില്ല. നമുക്ക് അങ്ങനെ ആ ഉള്ളിന്ന് മാക്സിമം നമുക്ക് തൃപ്തിയാവണ വരെ അതിനെ എടുത്ത് ചെയ്യിപ്പിക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് നമുക്കുണ്ട്. പിന്നെ പാട്ടുകാർക്ക് അവിടെ സ്പേസ് കൊടുക്കാനുള്ളൊരു ഉത്തരവാദിത്വം എനിക്ക് അങ്ങനെയും തോന്നാറുണ്ട്. നമ്മൾ ഇങ്ങനത്തെ നളയരുതം പോലെയുള്ള വേഷങ്ങൾ തീർച്ചയായിട്ടും കഥകളിയും പൊതുവേ തന്നെ എല്ലാരും കൂടി ചേർന്നാലേ നേരെയുള്ളൂ. അപ്പൊ നമ്മൾ അവർക്കും സ്പേസ് കൊടുക്കണം. അപ്പൊ അവരുടെ ചില സംഗതികളൊക്കെ അവരുടേതായതുള്ളപ്പോ നമ്മൾ ഇപ്പൊ ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്ന സാധനമാണ് കിർമിരാജൻ ലളിതയുടെ നീണ്ടു ചുരുണ്ടോരു. അപ്പൊ അങ്ങനെ പാടുമ്പോ നീണ്ടു, അപ്പൊ ആ നീണ്ടു പാടിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു തവണ കൊണ്ട് നീണ്ടു എന്ന് കാണിച്ചാൽ രണ്ടാമത്തെ പൊന്നാനി പാടി ചിങ്കിടി പാടി രണ്ടാമത് പൊന്നാനി പാടുമ്പോഴേ ഈ ഇത് വരുള്ളൂ. അപ്പൊ നമ്മൾ അത്രയും അത് ഓരോന്നും. അതുപോലെ ഈശ്വര നിഷധേശ്വര, ഈശ്വര നിഷധേശ്വര, അപ്പൊ ഈശ്വര ആ രണ്ടാമത്തെ ഈശ്വര അല്ലെങ്കിൽ ആ മൂന്ന് അത്രയും ശക്തമായിട്ടുള്ള വിളി വരണമെങ്കിൽ നമ്മൾ ആദ്യത്തിൽ തന്നെ ഈശ്വര നിഷധേശ്വര എന്ന് മുദ്ര കാണിച്ചാൽ പാട്ടുകാർക്ക് പിന്നെ സ്പേസ് ഇല്ല. അപ്പം നമ്മൾ ഒരു വേഷക്കാരന് ആ ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും. അപ്പം ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ നമുക്ക് ഒരിക്കലും ഒരു ചിട്ടപ്രധാനമായിട്ട് വേഷത്തിലൊന്നും ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ഗ്യാപ്പൊക്കെ ഒരു പക്ഷേ ഈ അങ്ങല്ലാത്ത വേഷങ്ങളിലേ വരുള്ളൂ. പിന്നെ ആ അഭിനയത്തിൻ്റെ ആ കഥാപാത്രത്തിലേക്ക് മുഴുകുക, നമ്മൾ സ്വയം ഫുള്ളങ്ങനെ മറക്കൊന്നുമല്ല. എന്താ പിന്നെ മണിച്ചിത്രത്തെ ശോഭനയുടെ പോലെയോ അങ്ങനെയല്ല. പക്ഷേ കഥാപാത്രത്തിലേക്ക് മാക്സിമം നമുക്ക് എന്താ പറയണ്ടേ, ഈ ശിവരാമാശാൻ്റെ ഭാഷയെ പറഞ്ഞ പരകായ പ്രവേശനം ചെയ്യണമെങ്കിൽ ഒക്കെ ഒരു ചിട്ടപ്രധാനമായ വേഷത്തിലൊന്നും സ്പേസ് ഉണ്ടെന്ന് എനിക്ക് എൻ്റെ ഒരു ലിമിറ്റഡ് എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നത്. അതൊക്കെയാണ് ഇതിലൊക്കെ ഈ 3 തരം വേഷങ്ങളിലുള്ളൊരു വ്യത്യാസം. നമ്മൾ സ്ത്രീകൾ എപ്പോഴും കേൾക്കണ ഒരു പ്രശ്നം, ഇപ്പം ഞാനാണെങ്കിലും ഒരു പ്രിയ ആണെങ്കിലും കടന്നു വരുന്ന ഏതൊരു പെൺകുട്ടിയാണെങ്കിലും കഥകളി ലോകത്തേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് തന്നെ അറിയാം. കേൾക്കുന്ന ഒരു ചിലപ്പോൾ ഒരു പുരുഷന്റെ മേഖലയാണ്. അപ്പോൾ ഇത് പുരുഷന്മാർ ചെയ്യുമ്പോഴല്ലേ നന്നാവുക, ഇത് സ്ത്രീ ചെയ്യുമ്പോഴല്ലേ നന്നാവുക, അങ്ങനെ ഒരു വ്യത്യസ്തം വേണം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്നൊക്കെ അങ്ങനെ തോന്നാറുണ്ടോ? എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ എപ്പോഴും നമ്മുടെ പക്ഷമല്ലേ പറയുള്ളൂ എന്നുള്ളൊരു അതുണ്ടാവാം, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ കഥകളി അങ്ങനെ കാണേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക്. ഞാൻ ആ ചോദ്യം ഉത്തരമാണ് പ്രതീക്ഷിക്കണം. അതുകൊണ്ട് അപ്പൊ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇപ്പൊ ഒരു ആഹാര്യം, ഒരു കഥകളി, ഇപ്പൊ ഒരു കത്തിവേഷമാവട്ടെ, പച്ചവേഷമാവട്ടെ, ഒരു ഹംസാവട്ടെ, ഒരു കാട്ടാളനാവട്ടെ, ഇത് ആണാണോ പെണ്ണാണോ, സ്ത്രീവേഷം ആവട്ടെ, ആണാണോ പെണ്ണാണോ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. ഒരു പുരുഷൻ ഭരതനാട്യം ചെയ്യും, ഒരു സ്ത്രീ ഭരതനാട്യം ചെയ്യും. പണ്ടിപ്പോൾ കുച്ചിപ്പുടി പുരുഷന്മാർ സ്ത്രീവേഷം പോലെ കെട്ടിയിട്ടാണ് അവർ ചെയ്തിരുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു കഥകളി വേഷം ഏത് തരം വേഷമായാലും അത് പുരുഷവേഷമാണോ പുരുഷനാണോ സ്ത്രീയാണോ ചെയ്യണത് എന്ന് ഒരു പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പം ചലനങ്ങളിലൂടെ മനസ്സിലാവും പുരുഷനാണെങ്കിൽ അങ്ങനെ, സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെ. എനിക്ക് അത്ര കൺവിൻസ്ഡ് അല്ല ആ ഒരു ആർഗ്യുമെന്റ് അങ്ങനെ. കാരണം ഇപ്പോൾ രഞ്ജിനി തന്നെ ഉദ്ഭവം കളിച്ചിട്ടുണ്ട്, രഞ്ജിനി നരകാസുരം കളിച്ചിട്ടുണ്ട്, രഞ്ജിനി ബാലീജയം കളിച്ചിട്ടുണ്ട്, രഞ്ജിനിയുടെ ഒപ്പം നമ്മൾ ഇഷ്ടംപോലെ ഹംസൻ ദമയന്തിമാർ കളിച്ചിട്ടുണ്ട്. അപ്പോൾ
രഞ്ജിനിയുടെ തന്നെ പറയാം, എന്നെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു സ്ത്രീവേഷക്കാരില് എന്നെ സംബന്ധിച്ച് ചൊല്ലിയാട്ടത്തിന്റെ വൃത്തിയും ഒരു പുരുഷൻ ചെയ്യണ പോലെ ആ വൃത്തിയായിട്ടും ഇതായിട്ടും ചെയ്യണ ഒരാളാണ് രഞ്ജിനി. അപ്പോൾ രഞ്ജിനിയുടെ ഒരു കളി ഞാൻ എപ്പോഴും ആർഗ്യ ചെയ്യണ ഒരു കാര്യമാണ്. രഞ്ജിനിയുടെ ഒരു കളി കണ്ടിട്ട്, അതുപോലെ ആര്യ പറപ്പൂര, ഇപ്പൊ ഹിന്ദുജി ആവട്ടെ, ഇവരൊക്കെ ഒരു കളി കണ്ടിട്ട് ഒരു ആണാണോ അല്ലെങ്കിൽ വേഷം കെട്ടി നിന്നിട്ട് ഇവർ ആണാണോ പെണ്ണാണെന്ന ഒരു ഡിസ്റ്റിങ് കയ്യിൻ്റെ മൃദുത്വം കണ്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്നല്ലാണ്ട് ഒരു പ്രവൃത്തിയുടെ ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറയാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ഈ ബയാസ്ഡ് ആയിട്ട് പോയി ഇപ്പൊ പേര് കണ്ട് രഞ്ജിനി സുരേഷ് അല്ലെങ്കിൽ ഹരിപ്രിയ നമ്പൂതിരി എന്ന് പറഞ്ഞാൽ നന്നാവില്ല. അത് രഞ്ജിനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്, എനിക്കറിയാം. പിന്നെ അങ്ങനെ ബയാസ്ഡ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്താൽ നമുക്ക് അതൊന്നും പറയാനില്ല. പക്ഷെ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ആയിട്ട് കണ്ടിട്ട് ഒരു ജഡ്ജ് ചെയ്തിട്ട് പറയാൻ ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ യാതൊരു നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാ ഞാൻ ഇതൊന്നും മോഹിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിൽ ഒന്നും വിചാരിച്ച് വന്നതല്ല. അപ്പം അരങ്ങേറ്റം പോലും വിചാരിക്കാത്ത ഇതിൽ വന്ന ഒരാളായതുകൊണ്ട് നമുക്കൊന്നും പ്രൂവ് ചെയ്യാനൊന്നുമില്ല, മോഹം കൊണ്ട് ചെയ്യണം. അപ്പം നമ്മളൊരാൾ എന്നിട്ട് എങ്ങനെ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്, അതിന് പ്രശ്നമില്ല. തിരിച്ചെനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ ചിട്ടയായിട്ട് കഥകളി പഠിച്ച എല്ലാവരും ഗംഭീരമായിട്ടുള്ള കഥകളി വേഷക്കാരാവുണ്ടോ? ഇല്ലല്ലോ, അതില്ല. അപ്പം ഞാനതാ ഇതിനു മുമ്പ് ഒരു സെമിനാറിൽ ഒരു ആർഗ്യുമെന്റ്, ഞാൻ 100 കഥകളി വേഷക്കാര് പഠിച്ചാൽ അതിൽ 2 പേരാണ് ടോപ്പിലേക്ക് വരണത്, ബാക്കി 98 ഫോർഗോട്ടൺ ആണ്. തീർച്ചയായിട്ടും ഈ 2 പേരെ വെച്ചിട്ടാണ് എന്നെയോ രഞ്ജിനിയെയോ പാർവതി മേനോനെയോ ഗീതാവർമ്മയോ ആര്യ പറപ്പൂരിനെയോ കമ്പയർ ചെയ്യണത്. അതിലാണ് എനിക്ക് പ്രശ്നമുള്ളത്. നിങ്ങൾ ഈ 2 പേര് ദ ബെസ്റ്റ് ഓഫ് 2, ഈ ബെസ്റ്റ് ഓഫ് 100ൽ ബെസ്റ്റ് 2നെ വെച്ചിട്ടാണ് നമ്മളെ കമ്പയർ ചെയ്യണേ. സോ വാട്ട് അബൌട്ട് ദ റെസ്റ്റ് ഓഫ് ദ 90? അത് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അത് വെച്ചാൽ ഇപ്പോ എനിക്കറിയാം, പ്രദീപിനോട് തന്നെ ഒരാൾ ഇതുപോലെ പറഞ്ഞൊരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തോ ഹരിപ്രിയയുടെ ഒരു സംസാരത്തിന്റെ ഇടയ്ക്കാണ്. അപ്പൊ പ്രദീപ് പറഞ്ഞു, നിങ്ങൾ ഹരിപ്രിയ, നിങ്ങൾ രഞ്ജിനിയെ നമ്മൾ അങ്ങനെ സ്ത്രീയായിട്ട് കണക്കാക്കിയിട്ടില്ല, അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു. അങ്ങനെയല്ല, അപ്പൊ നമ്മുടെ പരിമിതികള് മറികടന്ന് നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മളെ അംഗീകരിക്കാനുള്ളൊരു മടി പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. പ്രിയ, നമ്മള് സംസാരിച്ചു വരുമ്പോഴേ നമ്മൾ എപ്പോഴും കഥകളിക്ക് കുറെ അധികം സ്വാധീനം കൂടിയാട്ടത്തൊന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ധാരാളം, അല്ലെ? അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ അത്ഭുതം തോന്നാറുണ്ട്. കാരണം വളരെ ശക്തമായ കഥാപാത്രങ്ങൾ നമ്മൾ കൂടിയാട്ടത്തിൽ കാണാം, അല്ലെങ്കിൽ സ്ത്രീകൾ തന്നെ. ഇപ്പൊ രാവണനൊക്കെ നങ്ങിയാർകൂത്തിലൂടെയൊക്കെ ചെയ്യുന്ന, ഇപ്പൊ സിന്ധുവിന്റെ ഒക്കെ കണ്ടിട്ടുണ്ട് അടുത്ത കാലത്ത്. അതുപോലെ കംസൻ, അങ്ങനെയുള്ള പുരുഷ വേഷങ്ങളിലെ അവരങ്ങനെയാണല്ലോ ഒരു പരകായ പ്രവേശത്തിലൂടെ ചെയ്യുന്ന പോലെ അതിശക്തമായ സ്ത്രീ സാന്നിധ്യം അല്ലെങ്കിൽ സ്ത്രീ കഥാപാത്രങ്ങൾ സ്ത്രീകളിലൂടെ ചെയ്യുന്ന ഒരു പ്രമേയങ്ങളൊക്കെ നങ്ങിയാർകൂത്തിൽ ധാരാളം വന്ന് കാണാം നമുക്ക്. കഥകളിയിലേക്ക് അത് എത്ര കണ്ട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന്, എന്തായാലും സ്ത്രീവേഷം പ്രധാനമായി ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സ്വാധീനം ചെലുത്തിയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അതിന് അങ്ങനെ ഒരു സാധ്യതകളുണ്ടോ? സാധ്യതകളുണ്ട്, പക്ഷെ സ്വാധീനം ഈ പറഞ്ഞ കാര്യത്തിൽ അങ്ങനെ ഒന്നാമത് കഥാപാത്രമായിട്ടാണല്ലോ നിലനിൽക്കുന്നത്. പിന്നെ ഇപ്പൊ നങ്ങിയാർകൂത്തിന് അല്ലെങ്കിൽ കൂടിയാട്ടത്തിലേക്ക് ഒരു നിർവഹണം പോലെ പോകുമ്പോഴാണ് അവർ മാറി 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 ഓരോരോ കഥാപാത്രങ്ങളായിട്ട് ഇങ്ങനെ മാറി മാറി ചെയ്യുന്നത്. അങ്ങനെ ഒരു സാധ്യത കഥകളിയിൽ പുരുഷ ഉദ്ഭവത്തിൽ അങ്ങനെയാണ് ചെയ്യണത്. അങ്ങനെയൊക്കെ പുരുഷ കഥാപാത്രങ്ങൾക്ക് ആട്ടം പ്രധാനമായതുകൊണ്ടുണ്ട്. സ്ത്രീവേഷങ്ങളിൽ പൊതുവെ അത്ര ആട്ടപ്രധാനം വെച്ചാൽ ഈ തൻ്റെ ആട്ടം അല്ലെങ്കിൽ അങ്ങനത്തെ മനോധർമ്മ ആട്ടങ്ങൾ കുറവാണ്, അതൊരു വിഷയം. പിന്നെ എന്താ വെച്ചാൽ കഥാപാത്രമായിട്ട് നിലനിൽക്കണതുകൊണ്ട് ആ കഥാപാത്രത്തിൻ്റെ കാര്യങ്ങൾ പറയുക എന്നല്ലാണ്ട് വേണമെങ്കിൽ നമുക്കിനി ഉണ്ടാക്കേണ്ടി വരും. പിന്നെ വേറൊന്നും എന്താ വെച്ചാൽ ഇപ്പോൾ കൃഷ്ണലീല, വേണു സാറിൻ്റെ കൃഷ്ണലീലയിൽ യശോദ, അത് ശരിക്കും അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നങ്ങിയാർകൂത്ത് ശ്രീകൃഷ്ണഹരിതം നങ്ങിയാർകൂത്തുനിന്ന് കണ്ട് ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് അദ്ദേഹം കഥകളിയിലേക്ക് ഈ പ്രത്യേകിച്ച് യശോദയിലൂടെ കൊണ്ടുവന്നത്. ആ പകർന്നാടുക എന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ യശോദ ദേവകിയുടെ അടുത്ത് ചെന്നിട്ട് കൃഷ്ണകഥകൾ പൂതനാമോക്ഷം മുതൽക്കുള്ള ഓരോരോ കഥകളായിട്ട് പറയുമ്പോൾ പൂതനയായിട്ട് യശോദ ആ സമയത്ത് പൂതനയാവണു, അത് കഴിഞ്ഞാൽ കൃഷ്ണനാവണു. അതുപോലെ ലോകം മുഴുവൻ കണ്ടത് യശോദ തന്നെ, യശോദയുടെ ആ സമയത്ത്. പിന്നെ ബഗാസുരനെ ഓരോരോന്ന്, അപ്പോൾ അത് അപ്പൊക്കെ കാളിയ മർദ്ദനം. അപ്പോൾ ഏറ്റവും അങ്ങനത്തെ ഒരു പകർന്നാട്ടം എന്നുള്ളൊരു ആ കോൺസെപ്റ്റ് ഏറ്റവും ഭംഗിയായിട്ട് സ്ത്രീവേഷനെ കൊണ്ടുവന്നേക്കണ ഒരു
ഒരു കഥാപാത്രമാണ് യശോദയാണ്. അത് നങ്ങ്യാർകൂത്ത് എന്നുള്ള ശ്രീകൃഷ്ണചരിതം നങ്ങ്യാർകൂത്ത് ഒരു പക്ഷേ ഷൺമുഖൻ വളരെ നീതി പുലർത്തി തോന്നിയിട്ടുള്ള ഒരു കൊറിയോഗ്രാഫി കൊറിയോഗ്രാഫി എല്ലാ രീതിയിലും ആ രീതിയിൽ അതൊരു വളരെ കംപ്ലീറ്റ് ആണ്. അത് നമുക്കത് മാത്രമായിട്ട് ആ ഒരു പദം മാത്രം മതി ആ ആട്ടക്കഥയില് നമുക്കൊരു തൃപ്തി മനസ്സിൽ തോന്നാനായിട്ട്. അപ്പൊ അങ്ങനെയുണ്ട്. ഇനി അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഒരു പക്ഷേ ഉണ്ടാവണം. പിന്നെ ഇപ്പൊ പൂതനാമോക്ഷത്തിൽ നമുക്ക് ഉണ്ട്. പൂതനാമോക്ഷത്തിലെ നർത്തകരുടെ കളിചാതുര്യം. പക്ഷെ അവിടെയൊക്കെ തന്നെ ഒരു പുരുഷനെ അല്ല അധികവും, ബാക്കിയൊക്കെ എല്ലാം സ്ത്രീകൾ തന്നെയാണ്. ഇപ്പൊ നൃത്താണെങ്കിലും ഗീതാണെങ്കിലും വാദ്യമാണെങ്കിലും കൊട്ടണതും പാടണതും ചെയ്യണതും ഒക്കെ പന്തടിക്കണതും ഒക്കെ സ്ത്രീകൾ തന്നെ ചെയ്യണതായിട്ടാണ് പൂതന അമ്പാടിയിൽ കാണുന്നത്. അത് പറഞ്ഞു വന്നപ്പോൾ കഥകളിയില് പ്രത്യേകിച്ചും നമുക്ക് എപ്പോഴും രസമായിട്ട് തോന്നാറുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വില്ലൻ കഥാപാത്രങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യമാണല്ലോ. ഇപ്പൊ സ്ത്രീ വേഷത്തിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നമ്മൾ എപ്പോഴും നോക്കുമ്പോണ്ടല്ലോ ചിട്ടയായിട്ടുള്ള വേഷം. നായിക എന്നൊക്കെ പറയുന്ന കഥാപാത്രമൊന്നും അല്ല അവിടെ ചിട്ട കൊടുത്തിരിക്കുന്ന മുഴുവൻ ലളിതമാർക്കാണ്. അപ്പൊ ഇതിനൊരു സാമ്യം ഉണ്ടോ? അല്ലെങ്കിൽ എല്ലാ ലളിതമാരും തമ്മിലൊരു സാമ്യം, അല്ലെങ്കിൽ അതിനെ ആവിഷ്കരിക്കുമ്പോൾ ഇപ്പൊ സാരി തുടങ്ങുന്നു അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ ഒരു ചൂർപ്പണക തൊട്ട് അങ്ങനെയാണ്. അപ്പൊ ഈ ലളിത തുടങ്ങി നിണത്തിലേക്ക് പോകുന്ന ഒരു ഗാംഭീര്യമാണല്ലോ വേഷങ്ങൾക്കെല്ലാം വരുന്നത്. അപ്പോൾ അതിനൊരു ശക്തമായ സ്ത്രീ സാന്നിധ്യമാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരും ഡിഫറെൻ്റ് ആണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ അരിപ്രയ്ക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ആ ഒരു ലളിതമാരുടെ ഒരു സാമ്യം ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഒരു വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ ചെയ്യുമ്പോൾ ഒക്കെ വരുന്ന വ്യത്യാസങ്ങൾ? ഇതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ എല്ലാം ചിട്ടപ്രധാനമാണ്. ഇപ്പോൾ പൂതനാമോക്ഷം ഒഴികെ അവിടെ കുറേ കൂടി ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. മറ്റൊക്കെ കളരി ചിട്ട് ഉള്ളതാണ്. ആ കളരി ഓരോന്നിനും അതിൻ്റെതായ ചിട്ടകളുണ്ട്. ഇപ്പോൾ ചില വേഷങ്ങൾക്ക് സാരിയില്ല, ചിലതിന് സാരി ഉണ്ട്. ഇപ്പോൾ കൃമിരോധന ലളിതയ്ക്ക് സാരിയില്ല. പിന്നെ ഇപ്പോൾ ഭഗവതൻ ലളിതയും കൃമിരോധന ലളിതയും അടന്ത 56 വളരെ അടന്തയാണ്. പക്ഷേ ഭഗവതൻ ലളിതയ്ക്ക് സാരി ഉണ്ട്, പിന്നെ അടന്തയിൽ ഇരട്ടിയുണ്ട്. കൃമിരോധന ലളിതയ്ക്ക് ഇരട്ടിയില്ല. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എല്ലാത്തിനും ലളിത എന്നൊരു ഒറ്റ കാറ്റഗറിയിൽ നമ്മൾ വിളിക്കാമെങ്കിലും അതിൻ്റെ കൊറിയോഗ്രാഫിയിൽ സാരമായ മാറ്റങ്ങൾ ഒറ്റ നോട്ടത്തിൽ ഒരുപോലെയാണെന്ന് തോന്നിയാലും സാരമായ മാറ്റങ്ങൾ ഉണ്ട് ശരിക്കും. കാരണം ഇപ്പോൾ അടുത്ത് തന്നെ ഞാൻ ഫേസ്ബുക്കിലൊരു ലളിതമാരെ കുറിച്ച് ക്ലാസ് എടുത്തപ്പോഴാണ് പറഞ്ഞത് ഇത്രയൊക്കെ ഡിഫറൻസ്, ഇങ്ങനെയൊന്നും നമ്മൾ നോക്കിയിട്ടില്ല, ഇത്രയൊക്കെ വ്യത്യാസങ്ങൾ അതിനുണ്ട് എന്നുള്ളത് ഞാൻ അങ്ങനെ വിസ്തരിച്ച് ഓരോന്നോരോന്നെടുത്ത് പറഞ്ഞു വന്നപ്പോഴാണ് കാണികളുടെ ഭാഗത്തു നിന്നൊരു റിയാക്ഷൻ വന്നത്. അതാണ് ഇത്രയൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്നും ചെയ്തില്ല. അപ്പം വ്യത്യാസങ്ങളുണ്ട്, ഒറ്റ നോട്ടത്തിലൊന്നാണെങ്കിലും വ്യത്യാസങ്ങളുണ്ട്. പിന്നെ കൃമിരോധന ലളിതയാണ് ഈ ലളിതമാരിൽ എപ്പോഴും ഒരു എപ്പിട്ടോം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഒരു മുടി എന്താ പറയുന്നത് മാല ആയിട്ട് നിൽക്കുന്നത് കൃമിരോധന ലളിതയാണ്. കാരണം എന്താ വെച്ചാൽ ചിട്ടയുണ്ട്, സംഗീതമുണ്ട്, അഭിനയമുണ്ട്, സാഹിത്യത്തിൻ്റെ എനിക്ക് തോന്നുന്നില്ല. അതെ അതെ, നൃത്തത്തിനല്ല എനിക്ക് എപ്പോഴും തോന്നാറുള്ള ഒരു കാര്യം ശരിക്കും ഡ്യുവൽ പേഴ്സണാലിറ്റിയുടെ ആ രണ്ട് തലം വ്യക്തമായിട്ട് ഒരേ സമയത്ത് കാണിക്കേണ്ട ഒരു ലളിതയാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അഭിനയം പല രീതിയിലും, ഒന്നാമത് വാക്കുകളുള്ള അഭിനയത്തിന്റെ സാധ്യതയും അതേസമയത്ത് ആ ഗൂഢമായിട്ട് വന്നതിന്റെ അത് കൃത്യമായിട്ട് കാണും. ഇപ്പൊ നമുക്ക് ജയന്തന്റെ അടുത്ത് പോയിട്ട് പറയണ നരകാസുരൻ ലളിതയ്ക്ക് അങ്ങനെ കാണിക്കാൻ ഒരു സ്പേസ് ഒക്കെ വളരെ അവസാനമൊക്കെ വരുന്നുള്ളൂ. നേരെ മറിച്ച് കൃമിരോധന ആദ്യം തന്നെ റിവെഞ്ചായിട്ടാണ് വരുന്നത്, തട്ടിക്കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശം തന്നെ ആയതുകൊണ്ട് അത് കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ കാണിക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഒരു സമയത്ത് കഥകളി നമ്മൾ അഭിനയിക്കുകയാണ്, അതിൻ്റെ ഉള്ളിലൊരു അഭിനയം ഉണ്ടല്ലോ, നല്ല മുമ്പിൽ നിൽക്കുമ്പോൾ ചിരിച്ചിങ്ങനെ നല്ല ഇതായിട്ട് ഇപ്പുറത്തെ കാണിച്ചു തരാടി അത് കോൺഫ്ലിക്റ്റ് അത് കാണിക്കാനുള്ള സ്പേസ്. അത് സ്പേസ് മാത്രമല്ല, നമ്മളത് കാണിച്ചാലേ അത് നന്നാവുള്ളൂ എന്ന് തന്നെ നമുക്ക് കാണിക്കലാണ് കൃമിരോധന ലളിതയുടെ ഇതെല്ലാം കൂടിയാണ് അത് കൃമിരോധന ലളിത ഈ ലളിതമാരിലെ ഏറ്റവും മികച്ചു നിൽക്കണമെന്ന് പറയാൻ തോന്നുന്നത്. പ്രിയ എപ്പോഴും വീണ്ടും പഴയ ചോദ്യത്തിലേക്കാണ് വരുന്നത്. ഞാൻ പേടിയാന്ന് പറഞ്ഞു പുരുഷവേഷം ചെയ്യാൻ. അപ്പോൾ പേടിയെന്ന് ഇവരെക്കാളൊരു കഥകളി വേഷത്തിലേക്ക് വരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക്, കഥകളി ഒരു പ്രൊഫഷൻ പാഷൻ അവരി സ്വീകരിച്ചിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു പുരുഷവേഷങ്ങൾ ചെയ്യാത്തത് കൊണ്ട് നമ്മളൊരു കംപ്ലീറ്റ് അല്ല, അല്ലെങ്കിൽ കഥകളിയിലാവുമ്പോൾ പുരുഷവേഷങ്ങൾ ചെയ്യണ്ടേ എന്നൊക്കെയുള്ള ഒരു ആക്ഷേപങ്ങളൊക്കെ ചിലപ്പോൾ പലയിടത്തുനിന്നും ഉണ്ടായിണ്ടാവാം. അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഫീൽ തോന്നിയിട്ടുണ്ടായോ ഞാനും പുരുഷവേഷത്തിലേക്ക് ചെയ്യണോ അല്ലെങ്കിൽ അങ്ങോട്ട് മാറണോ എന്നൊക്കെയുള്ളൊരു ചിന്തയോ അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ളൊരു ചിന്തയൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ?
ചെയ്യണം എന്ന് തോന്നാറുണ്ട്. ഇപ്പൊ എനിക്ക് ഹംസം നൃത്തപ്രധാനമായതുകൊണ്ട് ഹംസം, അതുപോലെ കാട്ടാളൻ, അതൊക്കെ ചെയ്യണം എന്ന് തോന്നാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ അരങ്ങത്ത് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, അല്ലെങ്കിൽ ഫലിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് മനസ്സിൽ. പ്രത്യേകിച്ച് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ ഹംസം ഈ കൊക്കു വെച്ചാൽ ശ്വാസം വലിക്കാൻ പറ്റില്ല ചോദ്യം. പിന്നെ അതൊന്ന്. അപ്പോൾ പക്ഷെ ഈ ഒരു ചോദ്യം എനിക്കുള്ളൊരു ഉത്തരം എന്താ വെച്ചാൽ, ഞാൻ പഠിച്ചിട്ടുണ്ട്, അരങ്ങത്ത് പ്രവർത്തിച്ചിട്ടില്ല. ശരിയാണ്, കൃഷ്ണനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗീതോപദേശം അർജുനൻ ചെയ്തു, സന്താനോപാലൻ കൃഷ്ണൻ അത്യാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ പുതിയൊരു കഥ അല്ല നചികേതസ് ചെയ്തു, കുശലവന്മാരുടെ പോലൊരു വേഷം. അങ്ങനെയൊക്കെ പുരുഷവേഷങ്ങൾ അരങ്ങത്ത് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ പഠിച്ചിട്ടുണ്ട് പുരുഷവേഷം. പിന്നെ പുറപ്പാടോടെ അതൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് രുക്മിണി സമരം കൃഷ്ണൻ പഠിച്ചു, ദക്ഷയാഗം ശിവൻ പഠിച്ചു, കുട്ടിത്തര ഇടത്തരം. അത് കഴിഞ്ഞ് പിന്നെ ആദ്യവസാന വേഷങ്ങൾ പാഞ്ചാലരാജനെ ചൊല്ലിയാടാൻ പഠിച്ചു, ഭഗവതം ഭീമൻ ചൊല്ലിയാടാൻ, ഇതൊക്കെ വാസുവാസനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഭഗവതം ഭീമൻ ചൊല്ലിയാടാൻ പഠിച്ചു, പതിഞ്ഞവതങ്ങൾ. അപ്പോൾ ആശാന് ഒരു 2-3 കത്തിവേഷങ്ങളുടെയും കൂടി പഠിപ്പിക്കണം എന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നു. അതങ്ങനെ ഉണ്ടായില്ല. പക്ഷേ ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ, ചിട്ടകൾ എല്ലാം എനിക്കറിയാം. അത് അറിയാമെന്നുള്ളതിൻ്റെ ഒരു കോൺഫിഡൻസും അതെനിക്കുണ്ട്. പിന്നെ ഈ പറഞ്ഞ പല അധ്യവസാന വേഷങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ചടങ്ങുകൾ, കാര്യങ്ങളൊക്കെ നമുക്ക് അതൊക്കെ ഉണ്ട്. അരങ്ങത്ത് പ്രവർത്തിപ്പിച്ച് കാണിച്ച് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് തോന്നാറില്ല. മാത്രമല്ല എന്താ വെച്ചാൽ അത് വേറൊന്നുമല്ല. എന്നെ സംബന്ധിച്ച് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ പറഞ്ഞ തന്നെ കഥകളി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വലിയ സങ്കല്പമാണ്, വലിയ ഇപ്പോൾ. കാരണം ഞാൻ കഥകളി കണ്ട കൃഷ്ണനാരാശം, തൃപ്പൂണിത്തുറ കൃഷ്ണനാരാശം മുതൽക്കുള്ള വേഷങ്ങളാണ് മനസ്സിൽ ചിത്രം. അപ്പോൾ അങ്ങനത്തെ നളന്മാരുടെയും ബാഹുകന്മാരുടെയും അർജുനൻ്റെയൊക്കെ മുമ്പിൽ അർജുനനെ എൻ്റെ അർജുനും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഒരു ഷോക്ക് പോലെ, എന്തിനു വെറുതെ. അതുകൊണ്ടാണ്. അപ്പൊ സമാധാനം ഒരു ഉത്തരം എല്ലാവർക്കും പറയാറുണ്ടല്ലോ. ഹരിപ്രിയെ, നമ്മള് കുറച്ച് സ്ത്രീപക്ഷം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയ അതിനെക്കുറിച്ചൊരു ഗവേഷണം നടത്തിയ ആളാണ്. നമ്മൾ ഇപ്പുറത്ത് നിന്ന് പുരുഷവേഷങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, സ്ത്രീവേഷങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എപ്പോഴും കഥകളി സ്ത്രീവേഷങ്ങൾ, സ്ത്രീകളുടെ കാര്യം വരുമ്പോഴേക്കും നമുക്കൊരു വിവേചനമുണ്ട്. പ്രധാനമായിട്ട് പഠിപ്പിക്കുക എന്നുള്ളൊരു വിവേചനം അവിടെ വെച്ചിട്ടുണ്ട്. അതിന് പറയുന്ന ന്യായങ്ങളൊക്കെ ഭയങ്കര രസകരമായ ന്യായങ്ങളാണ്. അതായത് എന്താ, ഉഴിച്ചിൽ പറ്റില്ല, മറ്റേ ഇത് പറ്റില്ല, അങ്ങനെ പറ്റില്ല, ഇങ്ങനെ പറ്റില്ല എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളുടെ കഥകളിയിൽ എടുത്തിരിക്കുന്ന എന്താ പറയണേ, ഈ ഉഴിച്ചിൽ അല്ലെങ്കിൽ അതിൻ്റെ ചുഴിപ്പുകൾ എന്നൊക്കെ പറയുന്നത് കളരിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അധികം, അല്ലേ? കളരിപ്പയറ്റൊക്കെ സ്ത്രീകളെ പഠിപ്പിക്കുന്നുമുണ്ട്. വ്യത്യാസമൊന്നുമില്ല, ഒരു വ്യത്യാസമില്ല. അതായത് ആ അഭ്യസനത്തിനും വ്യത്യാസമില്ല, ഈ അഭ്യസനത്തിനും വ്യത്യാസമല്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു അഭ്യസന വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് പെൺകുട്ടികളെ കഥകളി പഠിപ്പിക്കണതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇനിയിപ്പോൾ അതാണ് അതിനൊരു തടസ്സം വെച്ചാൽ. അല്ല, എന്നെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ പറയണ പല ന്യായങ്ങളും ഞാനിപ്പോൾ സ്ത്രീവേഷത്തിൽ റിസർച്ച് ചെയ്തുകൊണ്ട് ഞാൻ പറയാണ്. ഞാൻ കലാമണ്ഡലത്തിലൊക്കെ പോയി അന്വേഷിച്ച് അതിനെപ്പറ്റി ഓരോ പഴയ ആൾക്കാരെയൊക്കെ കണ്ടും സംസാരിച്ചും ഞാനിത് പലതവണയും പറഞ്ഞതാണ്. പക്ഷെ നമ്മളിത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അതുകൊണ്ടൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, കലാമണ്ഡലം സ്ഥാപിച്ചപ്പോൾ വള്ളത്തോൾ തന്നെ സ്ത്രീകളെ ചേലനാട്ട് സുഭദ്ര കലാമണ്ഡലത്തിൽ പോയിന്ന് പഠിച്ചിട്ടുണ്ട്. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ മോഹിനിയാട്ടത്തിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ അവർ കലാമണ്ഡലത്തിൽ കഥകളി പഠിച്ചിട്ടുണ്ട്. പിന്നെ കറ്റശ്ശേരി സരോജിനി അമ്മ അവർ കലാമണ്ഡലത്തിൽ ചെന്നു. പക്ഷെ അവരവിടെ കഥകളി അല്ല പഠിച്ചത്. അതിന് മുമ്പ് മറ്റേ കൂടലാറ്റുമനയുടെ അവിടെ ആ കളിയോഗത്തിൽ ധാരാളം വേഷം കെട്ടിയിരുന്ന ആളാണ്, ആദ്യവസാന സ്ത്രീ വേഷങ്ങൾ. അപ്പോൾ കലാമണ്ഡലം തുടങ്ങിയപ്പോൾ വള്ളത്തോൾ പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ പക്ഷെ അവർ മോഹത്തിന് ഡാൻസാണ് പഠിച്ചത്. കഥകളി കാരണം അവർ ഓൾറെഡി പഠിച്ച അരങ്ങത്തൊക്കെ പ്രവർത്തിച്ചിരുന്നതാണ്. അതുകൊണ്ട് അപ്പോൾ ഈ കഥകളി കലാമണ്ഡലത്തിൽ സ്ത്രീകൾ പഠിച്ചിട്ടുണ്ട്, പഠിക്കാത്തതല്ല. പക്ഷെ അന്നത്തെ അഭ്യാസമുറ ഇപ്പം മോഹിനിയാട്ടത്തിൻ്റെയും അതിൻ്റെയൊക്കെ അഭ്യാസമുറ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയുടെ ബുക്കിൽ അവരുടെ ചിട്ട 2:30-3 മണിക്ക് എണീറ്റിട്ട് കണ്ണുസാധകം, മേയോർപ്പടവ്, ഈ തിരിഞ്ഞുകുത്തൽ, ഇതൊക്കെ സൂചിക്കിരിക്കലൊക്കെ അവർ ചെയ്തത് അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്.
ചവിട്ടി ഒഴിച്ചിൽ അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഈ ഒരു ചവിട്ടി ഒഴിച്ചിൻ്റെ പേരിലാണ് എപ്പോഴും സ്ത്രീകൾ കഥകളി കളിക്കണം നന്നാവില്ല, ചവിട്ടി ഒഴിച്ചിലില്ലാത്തവർ കഥകളി കളിച്ചാൽ നന്നാവില്ല, ഇങ്ങനെയൊക്കെ പറയണത്. ഈ ഇതിലും കഥകളിയെക്കാട്ടിലും ടീഡിയസ് ആയിട്ടുള്ള ശരീരാധ്വാനം ആവശ്യമുള്ള എത്രയോ ആർട്ട് ഫോംസ് തന്നെയുണ്ട്. ഇപ്പോൾ ജിംനാസ്റ്റിക്സ് നോക്കിയാൽ സ്പോർട്സ് ആണോ ആർട്സ് ആണോ എന്ന് വെച്ചാൽ ഒരു മിക്സ് ആണ്. അങ്ങനത്തെ ജിംനാസ്റ്റിക്സിൽ സ്ത്രീകൾ എന്തൊക്കെ ചെയ്യണോ? ഭരതനാട്യം തന്നെ എടുത്തോളൂ. ഒഡീസി, ഞാൻ ഇപ്പോൾ ഒഡീസിയുടെ ശരിക്കുള്ള 108 കാരണങ്ങൾ, പിന്നെ അവരുടെ പലതും അവർ പെർഫോമൻസിൽ അവർ ഓൺ ദ സ്റ്റേജ് ഇങ്ങനെ തിരിഞ്ഞു കൂത്തി എല്ലാവരും കൂടി ഇന്നിങ്ങനെ വട്ടത്തിൽ നിൽക്കണതൊക്കെ സ്ത്രീകൾ ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് ചെയ്യാം. ഇവർക്കൊന്നും ചവിട്ടി വീഴ്ചയിൽ കിട്ടിയിട്ടല്ല ഇവർ ഇത് ചെയ്യുന്നു. ശരിയാണ്, ചവിട്ടി വീഴ്ചയിൽ കഥകളിയിൽ ആവശ്യമുള്ളൊരു സാധനമാണ്. നമ്മൾ അതിനെ ചോദ്യം ചെയ്യണമെന്നില്ല, ചോദ്യം ചെയ്യണ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അത് മാത്രമാണ് കഥകളിയെന്നോ അതിൻ്റെ പേരിലാണ് സ്ത്രീകളെ ഒഴിച്ചു നിൽക്കുന്നത്. ആ ഒരു ചെറിയൊരു കഥകളിയുടെ ഒരു 360 ഇതിൽ ഒരു പൈച്ചാട്ട് ഇടുകയാണെങ്കിൽ അതിൽ 1%, 2% ഒരു ഗൗരവം ഉള്ള സാധനമാണ് ചവിട്ടി വീഴ്ചയിൽ. ഈ 2%ൻ്റെ മുകളിലാണ് ബാക്കി നമ്മൾ ചെയ്യണ കാര്യങ്ങളെയൊക്കെ ജഡ്ജ് ചെയ്യണമെന്ന് പറഞ്ഞിടത്ത് മാത്രമേ എനിക്ക് ഇഷ്യൂ ഉള്ളൂ. നമ്മളിതിനെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണില്ല. പക്ഷെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഇതാവേണ്ട കാര്യമുണ്ടോ? ഞാനും പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോഴാണ് നമ്മളെ എന്താ പറയാ, ഇവർക്കൊക്കെ ഭയങ്കര അഹങ്കാരം എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസേഷനാണ്. പിന്നെ ഒന്നും മിണ്ടില്ലല്ലോ. അപ്പോൾ അത് ഭയങ്കര വിഷമം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയെല്ലാം ബുദ്ധിമുട്ടുമ്പോഴും ഇപ്പൊ എന്തിനാ ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. അപ്പൊ അതുപോലെയാണ് പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഒരു പോസ്ചറിന്റെ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. ഇപ്പൊ ഒരു ചവിട്ടി വീഴ്ചയിലൊക്കെ കിട്ടിയ ആ നടു ഇങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കണം, നിവർന്ന് നിൽക്കണം, നടുവിൻ്റെ നിവരലും ഒരു ഞെളിയലും അതൊക്കെ ചവിട്ടി വ്യത്യാസം ഉണ്ടാവും. ഭംഗി വ്യത്യാസം ഉണ്ട്, ഇങ്ങനെ സമ്മതിക്കാം. അത് 100 തരം നമ്മളതിനെ ചോദ്യം ചെയ്യില്ല. പക്ഷെ അതിന് ചവിട്ടി വീഴ്ചയിൽ മാത്രമാണ് മാർഗം എന്നുള്ള രീതിയിൽ വളരെ നാരോ ആയിട്ടുള്ള ഒരു ഇതിൽ പോകേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഒഡീസിയൊക്കെ നോക്കൂ, എത്ര അവരൊക്കെ ചെയ്യണ അഭ്യാസങ്ങളാണ്. നമ്മൾ വെറുതെ നമ്മള് ഇതിനു മുമ്പും ഒരിക്കൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അവരഭ്യസിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ കഥകളി ഒട്ടും കുറച്ച് കാണാനല്ല, പക്ഷെ കഥകളിയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഒരു ആർട്ട് ഫോം. ഇതിനപ്പുറത്തെ അതിൻ്റെ നിറവുണ്ട്, തൗരത്രികം, അതിൻ്റെ സംഗീതം, ഗീതം, വാദ്യം കംപ്ലീറ്റ് ആർട്ട് ഫോമാണ് എന്ന് വെച്ചിട്ട് ഇതിന് ബാക്കിയുള്ളവർക്കും അവരവരുടേതായി ഇപ്പൊ ഒഡീസി തന്നെ എടുത്ത് നോക്കിക്കോളൂ, എത്രയോ സ്ട്രെനുവേഴ്സ് ആണ്. ഭരതനാട്യം, സൂചിക്കിരിക്കൽ, ഇതൊക്കെ അവർക്കും ഉണ്ട്. അപ്പം നമ്മളിതിങ്ങനെ ഭയങ്കരമായിട്ട് ഇതുപോലെ അങ്ങനെ വിചാരിക്കേണ്ട. ലെറ്റ്സ് ബി ഓപ്പൺ ആൻഡ് അക്സെപ്റ്റിംഗ് ആൻഡ് ലെറ്റ്സ് ലുക്ക് അറ്റ് അവർ ആർട്ട് ഫോംസ് വിത്ത് ഈക്വൽ റെസ്പെക്ട്. അതിന്ന് നല്ലത് എടുക്കാം, അല്ലെങ്കിൽ അവരൊക്കെ ചെയ്യണ്ടല്ലോ, അതൊക്കെ സ്ത്രീകളാണല്ലോ ചെയ്യണേ എന്നുള്ള ആ ഒരു ഓപ്പൺനെസ് എങ്കിലും അത്ര. പിന്നെ നമുക്ക് പഠിക്കേണ്ട, ഇപ്പൊ MA പോയിട്ട് അഡ്മിഷൻ കിട്ടാത്ത പെൺകുട്ടികളുണ്ട്. ഒരാൾക്ക് എന്ത് പഠിക്കണം? അപ്പൊ അങ്ങനെയാണ് ഈ മോഹിനിയാട്ടം ആണുങ്ങളെ പഠിപ്പിക്കേണ്ടതെന്നുള്ളതാണ് ഒരു മറു ചോദ്യം. ആണുങ്ങൾ പഠിച്ചോട്ടെ, അവരുടെ ചോയ്സ്. അവരുടെ ചോയ്സ് ആണ് എന്ത് പഠിക്കണം. അതുകൊണ്ട് അവർക്ക് ജീവിതം ഉണ്ടാവും, അത് അവര് തീരുമാനിച്ചോട്ടെ. അവരല്ലേ റിസ്ക് എടുക്കണേ, അവരുടേതല്ലേ. അത് ഒരു ചോയ്സ് ഉണ്ടായിക്കോട്ടെ. നമുക്ക് ചോയ്സ്, ഇറ്റ്സ് വൺസ് ഓൺ ചോയ്സ്. നമ്മളെ പോലെയുള്ളവർ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുന്നതും അങ്ങനെയെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവണം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എപ്പോഴും നമ്മളെയൊക്കെ മുമ്പോട്ട് നയിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം, പ്രിയ വളരെ ഭംഗിയായിട്ട് ഫാഷൻ ഡിസൈനിങ് പഠിക്കുകയും സ്വന്തമായിട്ടൊരു ബുട്ടീക്ക് നടത്തുകയൊക്കെ ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ കഥകളിയിലെ വിവിധ തരങ്ങളായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിന് നമുക്കിപ്പോൾ പറയാം സീത, അല്ലെങ്കിൽ ദമയന്തി, ലളിതമാര്, ഇവരൊക്കെ വരുമ്പോൾ ഇതിനൊരു ആഹാര്യത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു ഇതാണ് സ്ത്രീവേഷം കഥകളിയിൽ. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ ഹരിപ്രിയക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു നല്ലൊരു ലളിത ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലളിത ചെയ്യുമ്പോൾ, ലളിത പോലെ അല്ലെങ്കിൽ പുതിയൊരു കഥാപാത്രം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ആവിഷ്കാരം, ഒരു കാണുമ്പോൾ തന്നെ ഇത് ഇന്ന ആര് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു വേഷത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ആഹാര്യം ഉണ്ടാക്കിയാൽ നന്നായിരിക്കും എന്നെപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ ഞാനായിട്ട് അങ്ങനെ ഒരു എക്സ്പെരിമെന്റേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ എന്താ വെച്ചപ്പോ ലളിതമാര് അല്ലെങ്കിൽ ഉർവശിയും ലളിതയും ഒരുപോലെ അല്ലല്ലോ. ഉർവശി ഒരു അപ്സര സ്ത്രീയാണ്. അതുപോലെ മോഹിനി അല്ലെങ്കിൽ ദമയന്തി, ഇങ്ങനെ കഥാപാത്രങ്ങൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ഇപ്പൊ സീതയാണെങ്കിൽ ഒരു സാധാരണ ഒരു വെള്ള ഇത് തലയിലിടുക, അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ. ബ്രാഹ്മണപത്നിയാണെങ്കിൽ അല്ലെങ്കിൽ പൊട്ടില്
അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാരണവന്മാരായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സ്ത്രീവേഷത്തിന് ഇന്നുള്ള ഒരു അഴക്, ആ ഒരു എന്താ പറയണ്ടേ, കളർ കോമ്പിനേഷൻസും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത്. അതുപോലെ സാരി അങ്ങനെ മോഹിനിയാട്ടക്കാരെ പോലെയൊക്കെ തുന്നിയൊക്കെ ഉണ്ടാക്കിയ കലാമുള്ള രാശിവരാശനാണ് അദ്ദേഹത്തിൻ്റെതായ നിലയ്ക്കുള്ള എല്ലാ ഒരു നിറവ് സ്ത്രീവേഷത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം അതിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കൃഷ്ണൻകുട്ടി പുതുവളശൻ ചില ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു നമ്മളെന്താ പറയണ്ടേ, ഒരു ടിയാര പോലെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു, അപ്പൊ താടകയ്ക്ക് അങ്ങനെ കുഞ്ചാരാശന്റെ ഫോട്ടോ ഉണ്ട്. അത് അദ്ദേഹം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചില എക്സ്പെരിമെന്റ്സ് ഒക്കെ നടന്നിട്ടുണ്ട്. പിന്നെ അത് അങ്ങനെ ആരും താടകയ്ക്ക് അങ്ങനെ വീണ്ടും ചെയ്തിട്ടുണ്ടെന്നല്ലാതെ. ഞാൻ സീമാമയുടെ ഒരു ശകുന്തള കണ്ടിട്ടുണ്ട്. അതായത് ഈ നമ്മുടെ തോൾപുട്ട് ഇതൊക്കെ ഇല്ലേ, അതിനാ സ്വർണ്ണ നിറമല്ല, ഈ മരത്തിന്റെ അതേപോലെ തന്നെ, വസ്ത്രം കാവി പോലെ തന്നെ, അങ്ങനെ ഒരു വേഷം ഞാൻ എപ്പോഴോ കണ്ടൊരു ഓർമ്മയുണ്ട് കുട്ടിക്കാലത്ത്. അപ്പൊ ശരിക്കും അതൊരു നല്ലൊരു രീതിയല്ലേ അത്? ഹരിപ്രിയായിട്ടൊന്നും ശ്രമിക്കരുതേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഒരു ഇതെന്താ വെച്ചാൽ, ഞാനങ്ങനെ ഭയങ്കര, നമുക്കൊരു കൺവിക്ഷൻ വേണമല്ലോ, നമ്മൾ എന്തിനു ചെയ്യണമെന്നുള്ളതിന്റെ ഒരു പുതിയൊരു കഥാപാത്രം അതിൽ ആവശ്യപ്പെട്ടാൽ. ഇപ്പൊ സദന ഹരികുമാർ ഇഷ്ടം പോലെ അദ്ദേഹം ധാരാളം സ്ത്രീവേഷങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനത്തെ കഥകൾ എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഹിഡിംബി ടോട്ടലി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ആഹാര്യം. അതുപോലെ ശൂർപ്പണഹയ്ക്ക് വേറൊരു കളർ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തതാണ്. അങ്ങനെ ഒരു കളർ കൊണ്ടത്, ഒരു വയലറ്റ്, ബ്ലൂയിഷ് വയലറ്റ് ഡ്രസ്. അതുപോലെ ഉർവശിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അങ്ങനെയൊക്കെ ഡിസൈൻ. അദ്ദേഹം എല്ലാ രീതിയിലും ഒരു കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് തന്നെയാണ്. കാരണം എല്ലാം ഉണ്ട്, പെയിന്റിംഗ്. അപ്പൊ ആ കഥകളി അറിയാം, ക്യാരക്ടറിനെ കുറിച്ച് ചിന്തിച്ചത് പ്രവൃത്തിയിലേക്ക് വരച്ചിട്ടോ അല്ലെങ്കിൽ കൈകൊണ്ട് ഉണ്ടാക്കിയിട്ടോ ചെയ്യാനാണ്. അതിനകത്ത് ഇടുമ്പി തന്നെ വല്ലാണ്ട് ആകർഷിച്ചിട്ടുണ്ട്. കാരണം അതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാതെ, ഇടുമ്പി ആണെങ്കിൽ പോലും അല്ലെങ്കിൽ നമുക്ക് അറിയാണ്ട് തോന്നുന്ന ഒരു എന്തോ ഒരു സിമ്പതിയോ ഒരു ഇഷ്ടോ, അപ്പൊ ഒരു വളരെയധികം അത് നല്ല രസമായിട്ട് എനിക്ക് കാട്ടിൽ നിന്നിട്ടുള്ള, അപ്പൊ ആ കാടിന്റെ സൗന്ദര്യം ആണ് ആ കഥാപാത്രത്തിൽ കൂടെയും പുറത്തു വരുന്ന. കുരുത്തോല പോലെ കാട്ടിൽ അത്രയല്ലോ ആ സാധനങ്ങൾ വെച്ചിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇപ്പൊ നമ്മൾ നിലവിലുള്ള ക്യാരക്ടേഴ്സിലേക്കൊക്കെ അങ്ങനത്തെ ഒരു മാറ്റമൊന്നും കൊണ്ടുവന്നാൽ ആരും അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം നമ്മുടെ മനസ്സിലും ചിത്രങ്ങൾ അങ്ങനെയല്ല. അപ്പൊ പുതിയ ക്യാരക്ടേഴ്സ് വരുമ്പോഴേ അങ്ങനത്തേനൊക്കെ ഒരു റെലവൻസ് ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പറയുമ്പോ അടുത്ത ചോദ്യമാണ് അതിൽ നിന്നൊരു ചോദ്യം. അതായത് വളരെ മനസ്സിലിട്ട് താലോലിച്ചുകൊണ്ട്, ഇപ്പൊ നമുക്ക് ആട്ടക്കഥകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ കഥകൾ എഴുതാൻ വലിയൊരു പ്രയാസമൊന്നുമില്ല. ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, കുട്ടികൾ വരെയൊക്കെ നമ്മൾ എഴുതി തുടങ്ങിയിട്ടുണ്ട് ധാരാളം. അപ്പൊ ഹരിപ്രിയയുടെ മനസ്സിലിപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു ആവിഷ്കാരത്തിലൂടെ ഒരു നല്ലൊരു ആഹാര്യം കൊണ്ടുവന്ന് വളരെ ശക്തമായി മനസ്സിൽ ആരാധിച്ച് പ്രിപ്പയർ ചെയ്ത് ആവിഷ്കരിക്കണം ഒരു ആട്ടക്കഥയിലൂടെ. നേരത്തെ പറഞ്ഞ പോലെ ഒരു ആട്ടക്രമമൊക്കെ ഉണ്ടാക്കി ഭംഗിയായിട്ട് അവതരിപ്പിക്കണമെന്ന് മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രം. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, അങ്ങനത്തെയൊക്കെ ക്യാരക്ടേഴ്സ് കഥകളിയിൽ വരേണ്ടത് ആവശ്യമല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ. സത്യം പറഞ്ഞാൽ അങ്ങനെ ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഒന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ഒരു ഏകാഹരിച്ച ഒറ്റൊരു കഥാപാത്രം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ പൂതനാമോക്ഷം പോലെയൊക്കെ ചെയ്യാൻ പറ്റിയ സങ്കല്പമാണെങ്കിൽ എനിക്ക് രണ്ട് ക്യാരക്ടേഴ്സ്, ഒന്ന് പാഞ്ചാലി ഒട്ടും എക്സ്പ്ലോർ ചെയ്യാൻ. കാരണം പാഞ്ചാലി കഥകളിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഉപനായികയാണ്, അല്ലെങ്കിൽ ഒരു നായകന്റെ ഒപ്പം നിൽക്കുന്ന വേഷങ്ങളൊന്നല്ല ദുര്യോധനത്തിൽ പോലും. ആ ശാപമൊക്കെ ശക്തമായിട്ടുള്ള രംഗാണെങ്കിലും രംഗക്രിയകളൊക്കെ കുറവാണ്. പിന്നെ ആ ശാപരംഗവും പരിവാഹിയും ഇതേ ഉള്ളൂ. അപ്പോൾ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഒരു ക്യാരക്ടറായിട്ടൊന്നും വന്നിട്ടില്ല കഥകളിയിൽ. അപ്പോൾ പാഞ്ചാലി ശരിക്കും പറഞ്ഞാൽ, അതും പാഞ്ചാലി വളരെ ശക്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ്. ആ പൗരുഷം എന്ന് പറയണ പോലെ തന്നെ അതിന് റിവെഞ്ച്ഫുള്ളാണ്, പവർഫുള്ളാണ്, എല്ലാം അങ്ങനത്തെ ഒരു അങ്ങനെ രീതിയിൽ കഥകളിയിൽ ക്യാരക്ടറായിട്ട് പാഞ്ചാലി വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ ചിലപ്പോൾ ആലോചിച്ച് നോക്കാറുണ്ട്. പിന്നെ ഒന്ന് ഇപ്പോൾ കണ്ണകി പല മോഹിനിയാട്ടം അല്ലെങ്കിൽ നങ്ങ്യാർകൂത്തിലും ഒക്കെ ചെയ്തിട്ടുണ്ട്, കണ്ണകി കഥകളിയിലും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കണ്ണകി മാത്രമായിട്ട്, കാരണം എന്താ വെച്ചാൽ ഈ ഇപ്പം നമ്മൾ കിർമിര ലളിതയൊക്കെ പറഞ്ഞ ഒരു ഡ്യുവൽ ഉണ്ട്. അന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ ആ ഒരു സങ്കടവും ഇതും ബുദ്ധിമുട്ടും അത് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ഉള്ളിന്ന് വരുന്ന ഇതുള്ള ആ തീക്ഷ്ണതയും റിവെഞ്ചും. അപ്പം ഈ ഒരു ആ ഡ്യുവാലിറ്റി എപ്പോഴും അപ്പീലിംഗ് ആണ്. ഒരു ചേഞ്ച് ഉണ്ടല്ലോ പെട്ടെന്നുള്ള. അപ്പം ഈ നമുക്ക് ലളിതയ്ക്കൊക്കെ ആ മാറി കരി കയറി വരുമ്പോഴത്തെ ഒരു ഷോക്കും അതിലാണ് അതിൻ്റെ ഇത് കിടക്കുന്നത് എന്ന് പറഞ്ഞ പോലത്തെ ഒരു പോസിബിലിറ്റി ഉള്ളൊരു ഇതാണ് കണ്ണകി. അപ്പം അങ്ങനെയുള്ള ഒന്ന് രണ്ട് കഥാപാത്രങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനില്ലേ എന്ന് തോന്നാറുണ്ട്.
ശ്രമം നടത്തി തുടങ്ങിയ ഇല്ല, മടി. പിന്നെ നമുക്ക് എപ്പോഴും ചോദിക്കേണ്ട ചോദ്യങ്ങളാണല്ലോ. അതായത് കഥകളി എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മയാണ്. അത് ആ കൂട്ടായ്മയില് നമുക്ക് കൊടുത്തു വാങ്ങിയാൽ മാത്രമേ കഥകളി നന്നാവുള്ളൂ. അപ്പോൾ എപ്പോഴും കൂട്ടുവേഷം നന്നാവണം എന്ന് നിർബന്ധമാണ്, അല്ലെങ്കിൽ അത് നേരാവില്ല. അപ്പം നമുക്ക് എല്ലാവരുടെയും കൂടെ നമുക്ക് ഒരേപോലെ നമുക്ക് പ്രവർത്തിക്കാനൊക്കെ പ്രയാസം തോന്നും. അങ്ങനെ വരുമ്പോൾ എപ്പോഴും പ്രിയക്ക് രസകരമായി തോന്നിയിട്ടുള്ള കുറച്ച് കൂട്ടുവേഷക്കാരെ കുറിച്ച് ഒന്ന് പറയാമോ? കഥകളി പറഞ്ഞ പോലെ ടീം വർക്കാണല്ലോ നമ്മളിപ്പോ ഒരു പ്രതീക്ഷ ചിന്തയൊന്നും അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് അവിടെ എന്താ പോയി സംഭവിക്കാന്ന് നമുക്ക് അറിയില്ല. അതാണ് കഥകളി. അത് ആസ്വാദകർക്കായാലും വേഷക്കാർക്കായാലും. കാരണം ഇന്നും ദമയന്തി, നാളെയും ദമയന്തി, മറ്റന്നാളും ദമയന്തി ആണെങ്കിലും ഓരോ അരങ്ങും വ്യത്യാസം ആവണത് ഈ കൂട്ടത്തിലുള്ള, കാരണം നമുക്കറിയില്ല അപ്പുറത്ത് എന്താ വരാൻ പോണേന്ന്. അതിനനുസരിച്ചിട്ടാണ് ഈ കെമിസ്ട്രിയാണ് ആ അരങ്ങിനെ നിറവ് ഉണ്ടാക്കുന്നത്. അപ്പം എനിക്ക് എപ്പോഴും നമുക്ക് ചിലരുടെ ഒപ്പം ഇപ്പോൾ സിനിമയിലൊക്കെ നമ്മൾ പറയാറില്ലേ കെമിസ്ട്രിയുടെ കാര്യം പറഞ്ഞ പോലെ, കെമിസ്ട്രി എപ്പോഴും ഒരു വലിയൊരു ഫാക്ടർ തന്നെയാണ്. അത് ഒന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതെ. അപ്പോൾ പിന്നെ ഹംസവും ദമയന്തിയും, രഞ്ജിനിയുടെ ഹംസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വേഷവും ദമയന്തി ചെയ്യുമ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ആ ഒരു ഇവിടെ ഒരു എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ കഥകളി നമ്മൾ അരങ്ങത്ത് ഒരു കോമ്പറ്റീഷൻ ഒന്നുമല്ല. നമുക്കിത് ഒരു സമ്മാനം കിട്ടാനൊന്നുമില്ല. ആ ചെയ്യണ അരങ്ങ് ഭംഗിയായിട്ട് അതിന്റെ വൃത്തിയിൽ ആ കഥാപാത്രത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് യോജിച്ച് പ്രവർത്തിച്ച് പോരുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അത് കൊട്ടായാലും പാട്ടായാലും വേഷക്കാർ തമ്മിലായാലും. അപ്പം നമ്മൾ തമ്മിൽ ആ ഒരു ഇത്, കാരണം ആദ്യം മുതൽ തന്നെ ഞാൻ കഥകളിയിലേക്ക് വന്ന മുതൽ തന്നെ നമ്മൾ ഈ ദമയന്തിയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെയാണ് ആദ്യം വേഷം കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് എപ്പോഴും ഉണ്ട്. പിന്നെ ഇതുപോലെ നമുക്ക് ഈ കെമിസ്ട്രി ആവശ്യപ്പെടണം. ഒന്ന് ഹംസും ദമയന്തിയും, പിന്നെ അതുപോലെ കെമിസ്ട്രി ആവശ്യപ്പെടുന്ന ഒരു വേഷമാണ് കിരാതം. പ്രത്യേകിച്ച് നമ്മൾ കാട്ടാള സ്ത്രീ ചെയ്യുമ്പോൾ ഈ കാട്ടാള സ്ത്രീക്ക് ഇങ്ങനെ കുറേ ചെയ്യാനൊന്നുമില്ല. ഇങ്ങനെ ഒരു സപ്പോർട്ടിങ് ആക്ടറാണ് ശരിക്കും പറഞ്ഞാൽ, കാട്ടാളൻ്റെ ഒപ്പം നിന്നിങ്ങനെ. അപ്പോൾ ഈ കാട്ടാളനാണ് കാട്ടാള സ്ത്രീയുടെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ കാട്ടാളത്തിയെ പ്രൊജക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കാട്ടാളത്തിക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത് കാട്ടാളൻ അനുസരിച്ചിട്ടാണ്. അപ്പോൾ കാട്ടാളൻ ഇങ്ങനെ കുറേ കാട്ടാളൻ്റെ കാര്യങ്ങൾ ചെയ്തു, കാട്ടാളത്തി അവിടെ മാറില്ല ഒന്നും ഉണ്ടാവില്ല. നേരെ കുറച്ച് കാട്ടാളത്തെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് രണ്ടുപേരും കൂടി രസമായിട്ട് ചെയ്യുമ്പോൾ കാട്ടാളത്തേക്കും ചെയ്യാനുണ്ടാവും. അങ്ങനെ എനിക്ക് രസമായിട്ട് കാട്ടാളൻ കിരാതത്തിലെ കാര്യത്തിൽ എനിക്ക് തോന്നിയുള്ള ദേവദാസും മനോജും, കലാമണ്ഡലം മനോജും കോട്ടകൾ. എനിക്ക് വേറൊരു രസകരമായ കാട്ടാളനെ ഓർമ്മയുണ്ട് കേട്ടോ, ശിവരാമയുടെ ഹരിപ്രിയയുടെ കാട്ടാള സ്ത്രീ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു വടി പോലൊരു സാധനം കുത്തിപ്പിടിച്ച് അന്ന് ആരുടെ അർജുനൻ കേട്ടി അത് കിരീടം എന്തോ പ്രശ്നമായിട്ട് പോയിട്ട് അവസാനം ഗംഭീരാട്ടോ കൈലാസം എന്തൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഹരിപ്രിയയുടെ ഇങ്ങനെ ഒരു നിപ്പാണ്, ഇങ്ങനെ കൈയൊക്കെ കുത്തിന്നാ ശരി എന്നാ ചാടിക്കോളൂ എന്നുള്ള ഭാവത്തിൽ. അർജുനന്റെ കിരീടം കഴിഞ്ഞിട്ട് അവരെ അണിയറയിലേക്ക് പോയി. അപ്പൊ പിന്നെ ഗിരികന്യ ആശനാണെങ്കിൽ മുഴുവൻ മുദ്ര കാണിക്കില്ല, നമ്മളാണെങ്കിൽ പെറുക്കി ആശന എന്താ മറക്കാൻ പറ്റില്ല. എനിക്ക് നല്ല ഓർമ്മയാണ്. കാരണം അത് ഓർമ്മ എന്താ അറിയോ, ഹരിപ്രിയയുടെ എനിക്ക് സന്താനോപാലം ബ്രാഹ്മണ സ്ത്രീ കഴിഞ്ഞിട്ടാണ് എന്റെ അർജുനായിരുന്നു. ഇതിന് നിപ്പിലാണ് കരിവാരി തയ്ച്ച് നമ്മൾ പറഞ്ഞയച്ച കാട്ടാള സ്ത്രീനെ. അപ്പൊ അത് ഭയങ്കര രസമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ശിവമാമയുടെ കൂടെ ഉള്ള ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ആശാന്റെ നാട്ടില് അവിടെ ആശാന്റെ നാട്ടിലുള്ള അമ്പലത്തില് ശിവരാത്രിക്ക് ആശാന്റെ കാട്ടാളുടെ എന്റെ കാട്ടാള സ്ത്രീ. വിഷയം വിടണ്ട, ബാക്കി പറഞ്ഞോളൂ. അപ്പൊ ഇത് രണ്ടാണ് എനിക്ക് ഏറ്റവും അധികം തമ്മില് യോജിച്ച് പിന്നെ ഒന്നുള്ളത് നളയരുത് രണ്ടാം ദിവസത്തിലാണ്. അത് നളനും ദമയന്തിയും തമ്മിൽ അത്രയും ഒരു, അവിടെ ഈ പറഞ്ഞ പോലെ ദമയന്തിക്ക് ഇപ്പൊ ആ സാമ്യമാകുന്ന ഒരു ഉദ്യാനം എന്നുള്ള ഒരു പദം കഴിഞ്ഞാൽ പിന്നെ കാട്ടാളൻ ആ ഭാഗത്ത് എത്തുമ്പോഴേ എന്തെങ്കിലും പ്രവർത്തിക്കാനുള്ളൂ. മറ്റത് എപ്പോഴും നമ്മൾ സപ്പോർട്ടിങ് ആക്ടറായിട്ട് നിൽക്കണം. നളന്റെ ഇമോഷൻസിന് സപ്പോർട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ ദമയന്തിക്ക് അവിടെ. അപ്പം അവിടെ ഈ പറഞ്ഞ കെമിസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ, നമ്മൾ നമുക്കൊരു ഒന്നാമെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെയൊക്കെ വേഷം അധികം പുരുഷന്മാരുടെ കൂടെ തന്നെ കെട്ടുമ്പോൾ നമുക്കൊരു സങ്കോചം ഇല്ലാണ്ട് പെരുമാറാൻ പറ്റണം. അപ്പൊ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആ ആക്ടറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നമുക്കൊരു കോൺഫിഡൻസ് വേണം. എന്നാലേ അത്ര ഇടപഴകി കൂടി ചേർന്ന് ചെയ്യണ വേഷമാണ്. അപ്പൊ ആ കംഫർട്ട്, ആ ആർട്ടിസ്റ്റുമായിട്ട് നമുക്ക് കംഫർട്ട് വേണം. ആ കംഫർട്ട് വളരെ ഇമ്പോർട്ടൻ്റ്. അതെനിക്ക് രണ്ടാം ദിവസം എനിക്ക് ബാലസുബ്രഹ്മണ്യാശാന്റെ ഒപ്പമാണ് വളരെ തൃപ്തിയായിട്ട് പലവട്ടം ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറെ
ഇതൊക്കെയാണ് മറ്റൊക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാം നമ്മള് കെമിസ്ട്രി വേണമെങ്കിലും ഇടപഴകി ചേർന്ന് ചെയ്യണ വേഷങ്ങൾ ഏറ്റവും അധികം വരണത് എനിക്ക് തോന്നുന്നത് ഹംസം ദമയന്തി. ഞാൻ എപ്പോഴും പറയും കാട്ടാളശ്രീ നന്നാവണമെങ്കിൽ കാട്ടാളം നന്നാവണം. നന്നാവണം ഇൻ ദ സെൻസ് കൂട്ടിക്കൊണ്ടുപോകണം നമ്മള്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കാട്ടാളശ്രീ ഒരുമാതിരി റൗഡി പോലെ എല്ലാം എടുത്ത് അങ്ങനെയല്ലല്ലോ. ആ ഒരു ഒതുക്കത്തിന്റെ ഉള്ളിൽ നിന്നിട്ടുള്ള ഒരു. തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ വീണ്ടും നമ്മുടെ സ്ത്രീപക്ഷത്തിലേക്ക് തിരിച്ചു വരികയാണ്. കാരണം ഇപ്പൊ ധാരാളം പെൺകുട്ടികൾ കഥകളി പഠിക്കുകയും നമ്മളെ ഇനി സ്ഥാപനത്തിൽ പഠിപ്പിച്ചില്ലെങ്കിൽ അല്ലാണ്ട് പഠിച്ചുമൊക്കെ വരുന്ന ധാരാളം കുട്ടികൾ, മിടുക്കികൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പറയാൻ പോലും പറ്റുന്നില്ല. കാരണം നമുക്കുണ്ടായ ധൈര്യമൊന്നുമല്ല അവർക്ക്. ഒരു വളരെ കുറേയും കൂടിയൊക്കെ വളരെ ധൈര്യശാലികളായിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് അപ്പൊ ഈ കഥകളിയിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ പേരുകളൊക്കെ തന്നെ പലപ്പോഴും അവർ പറയാറൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ പലപ്പോഴും ഒരു റോൾ മോഡൽ എന്നുള്ള നിലയ്ക്കൊക്കെ നിൽക്കുന്നുമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഹരിപ്രിയയ്ക്ക് തോന്നുന്നുണ്ട് ഇതിന് എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ട് ഈ പറഞ്ഞ കുറച്ചും കൂടിയൊക്കെ കുട്ടികൾക്ക് ഇതിനകത്തേക്ക് കടന്നു വരാം. ഇപ്പൊ അങ്ങനെ ഒരു ജെൻഡർ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാലത്തും നേരത്തെ പറഞ്ഞ ചെറിയൊരു സംഭവം പറഞ്ഞ് മാറ്റി നിർത്തപ്പെടാതെ വരുന്ന കുട്ടികൾക്ക് എത്ര കണ്ട് ഈ കഥകളി ലോകത്തൊരു സ്പേസ് ഉണ്ടാവും അവരുടേതായിട്ടുള്ളതെന്ന് തോന്നുന്നത്. പുതിയ കുട്ടിയെ വെച്ച് നല്ലോണം പ്രവർത്തിക്കുന്നവരെ ആസ്വാദകരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കഥകളി എനിക്ക് ഒരു കാര്യം എന്താ പറയാനുള്ളത് വെച്ചാൽ, ഒരു കഥകളിക്കാരനും എൻ്റെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു കഥകളി ആർട്ടിസ്റ്റും ഒരു സ്ത്രീ പെൺകുട്ടിയായതിൻ്റെ പേരിൽ മാറ്റി നിർത്തി അല്ലെങ്കിൽ അവര് വേണ്ടായിട്ട് അല്ലെങ്കിൽ അവർ നല്ലതല്ല അങ്ങനെ ഒരു കഥകളിക്കാരനും പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. ഒരാശാന്മാർ ഒരു പെൺകുട്ടിയെ കഥകളി പഠിപ്പിക്കില്ല എന്നും പറഞ്ഞിട്ടില്ല. അത് കഥകളി ഒരു നമ്മളൊരു ഗോസ്റ്റിനെയാണ് ശരിക്കും പറഞ്ഞ ഫൈറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇൻഡിവിജ്വലി നോക്കിയാൽ ആരും അങ്ങനെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു കൂടുതൽ റെസിസ്റ്റൻസും ആസ്വാദകരുടെ ഭാഗത്ത് തന്നെയാണ് വന്നിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പൊ പെൺകുട്ടികൾ ഇപ്പൊ വരുമ്പോ അക്സെപ്റ്റൻസ് ഉണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിച്ച് കാണിച്ചു. അതിപ്പോ വെറുതെ ഇങ്ങനെ മോഹമായിട്ട് കുറെ അങ്ങനെ ആരും അതിപ്പോ ആൺകുട്ടികളെ അക്സെപ്റ്റ് ചെയ്യില്ല. മുമ്പ് പറഞ്ഞ പോലെ 100 പേരിൽ 2 പേരാണ് നന്നാവുള്ളൂ എന്ന് പറഞ്ഞാല് നന്നായിട്ട് ചെയ്താൽ അവിടെ ഒരു ജെൻഡർ ബയാസോ അല്ലെങ്കിൽ ജെൻഡർ ഇല്ലാണ്ട് അക്സെപ്റ്റ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അവിടെ അപ്പോഴേക്കും എന്താ വെച്ചാൽ അവിടെ ആൺകുട്ടി പെൺകുട്ടി ഒന്നല്ല കഥകളി എന്നുള്ള ആ ഒരു, പക്ഷെ നമ്മൾ അതിലേക്ക് നമ്മൾ എത്തണം. അതിനുള്ള എഫേർട്ട് നമ്മൾ വെറുതെ അവിടെ ഞാൻ പെൺകുട്ടി കഥകളി പഠിച്ച് ഞാൻ ഇത്രയൊക്കെ പ്രിവിലേജ് ഒന്നും കിട്ടില്ല. ഒരു പ്രിവിലേജും എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യാൻ ആവശ്യമില്ല. നമ്മൾ യു ടേക്ക് ദ എഫേർട്ട്, യു പ്രൂവ് ദാറ്റ് യു ആർ ഗുഡ്. ഇവിടെ ആക്സെപ്റ്റൻസ് ഉണ്ടാവും. അവിടെ നമ്മൾ അപ്പോൾ ഞാൻ പെൺകുട്ടിയാണ്, എനിക്ക് അപ്പം അങ്ങനെ വരണം, എനിക്ക് അപ്പം ഇങ്ങനെ വരണം, ഇത് കഴിഞ്ഞാൽ എന്നെ അവിടെ കാറിൽ കൊണ്ടാക്കണം, ഇതൊന്നും പിന്നെ അവർക്ക് ഈ കുട്ടി ഇക്കറയൊക്കെ കൊണ്ടാടി നടക്കണമെങ്കിൽ എന്നാ പിന്നെ വേറെ ആരെങ്കിലും വിളിച്ചാൽ. അപ്പം നമ്മൾ ഡിമാൻഡ്സ് ഒന്നും വെച്ച് ഞാൻ ചെയ്തിട്ടില്ല. എനിക്കതുകൊണ്ട് എൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഒരു നമ്മളെന്താ വെച്ചാൽ ഒരു കളി നടത്തണം, ഒരു ഓർഗനൈസർ ഒരു കളി നടത്തുന്നത് കയ്യിൽ പൂത്ത കാശുണ്ടായിട്ടല്ല, ഒരു അമ്പല കമ്മിറ്റിയും അല്ല, ഒരു ക്ലബ്ബും അല്ല. എല്ലാം അവരുടെ മോഹം കൊണ്ട് തട്ടിമുട്ടിയും കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ തട്ടിമുട്ടിയും കൊണ്ടുപോവാണ്. അപ്പം നമ്മളെ ഇങ്ങനെ സാരാക്കാനോ താലോലിക്കാനോ അല്ലെങ്കിൽ കാറിൽ വിളിച്ചുകൊണ്ടുവന്ന് കാറിൽ കൊണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു നമുക്കറിയില്ല ധാരാളം വഴി നടന്ന് ബാത്റൂമിൽ പോയി ചരിത്രമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ കയ്യില്. അതെ, ഇതിനൊന്നും ഓർഗനൈസർക്ക് സമയവും അവർക്ക് അതിനുള്ളൊരു മെന്റാലിറ്റിയും ഇല്ല. അപ്പം അവിടെ എന്നെ സംബന്ധിച്ച് ഏതൊരു കഥകളിക്കാരൻ അവിടെ എത്തണ പോലെ അവിടെ എത്തും, ഏതൊരു കഥകളിക്കാരൻ അവിടുന്ന് പോണ പോലെയും അവിടുന്ന് പോവും. ഇപ്പൊ ഒരു സ്ത്രീ ആയതുകൊണ്ട് ശരിയാണ് ഇങ്ങനെയൊക്കെ ഒരു ബാത്റൂം സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചെയ്യും മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യാറുണ്ട്. ഇന്നുവരെ എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷെ യു കാൺ ഡിമാൻഡ് ഇറ്റ്. അങ്ങനെ ഡിമാൻഡ് ചെയ്തൊന്നും, അങ്ങനെയാണ് നമ്മൾ നമ്മുടെ രീതിയിൽ നമ്മുടെ റിസ്കിൽ ഇതൊക്കെ ചെയ്യണം. അല്ലാണ്ട് ഡിമാൻഡ് ചെയ്തിട്ട് എല്ലാം കൂടിയൊന്നും കിട്ടില്ല. നമ്മൾ യു ഹാവ് ടു സ്ട്രൈവ് ആൻഡ് യു ഹാവ് ടു പ്രൂവ് ദാറ്റ് ഐ എം ഗുഡ് ഇനഫ്. അങ്ങനെയാണെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കഷ്ടപ്പെട്ട് തന്നെ നേടിയെടുക്കണം. ഒരു ഷോർട്ട് കട്ട് ഇല്ല അതിൽ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഷോർട്ട് കട്ട് ഇല്ല. സ്ട്രൈവ് ചെയ്യുക, പ്രൂവ് ദാറ്റ് യു ആർ ഗുഡ്. അല്ലാണ്ട് ഞാൻ അതൊക്കെ ചെയ്തില്ലേ അല്ലെങ്കിൽ ഞാൻ അവിടെ അതിനൊന്നും കാര്യമില്ല. നമ്മള് ഈ മോഹിച്ച് കഥകളി ലോകത്തേക്ക് വന്നാണ് നമ്മളെ പോലെ പലരും.
പ്രിയ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ കഥകളി ലോകത്തേക്ക് വന്ന സമയത്ത് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം പല പരിമിതികളുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പ്രിവിലേജ് ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ പറഞ്ഞത് അത് പ്രിയയുടെ എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ചതാണ്, എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത്. വന്ന സമയത്ത് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിട്ട് തോന്നിയിട്ടുണ്ട്? ഞാനൊരു പ്രയാസങ്ങൾ എന്താണ് തോന്നിയിട്ടുള്ളത്? എന്നെ സംബന്ധിച്ച് ഞാൻ ഒന്നും ഇങ്ങനെ കുറേശ്ശെ എക്സ്പോസ്ഡ് ആയതാണ്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ പ്രതീക്ഷിക്കാത്ത അരങ്ങേറി പിന്നെ കുറെ കളിച്ചതൊക്കെ വനിതാ ട്രൂപ്പിലാണ്. പക്ഷെ ഷാരദാശൻ കളി നടത്തുന്ന ആളായതുകൊണ്ട് ആശാന്റെ കളികൾക്ക് പോവാറുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ആശാന്റെ ഒപ്പം ആയതുകൊണ്ട് ആശാന്റെ ഒപ്പം പോവാ, ആശാന്റെ ഒപ്പം തിരിച്ചു വരിക. അപ്പൊ അവിടെ അങ്ങനെ പ്രശ്നമില്ല. അണിയറയിലായാലും ആശാന്റെ മേൽനോട്ടത്തിലായതുകൊണ്ട് പുരുഷന്മാരാണ് ഭാഗ്യം. എന്റെ അരങ്ങേറ്റം തന്നെ എല്ലാം പുരുഷന്മാരെ ശരിക്കും പറഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള കളി എന്ന് പറഞ്ഞാൽ എന്നെ കളിയാക്കാറുണ്ട്. കാരണം മുഴുവൻ നമ്പൂതിരിമാരും ഒക്കെ ആയിരുന്നു അന്ന് ആ കളിക്ക്. ചങ്ങാരപ്പിള്ളി അനുജൻ, അദ്ദേഹത്തിന്റെ ദക്ഷൻ, അങ്ങനെയൊക്കെ ആയിട്ട് നാരായണ ശിവൻ, ബാബു നമ്പൂതിരി പാട്ട്, അങ്ങനെ എല്ലാരും പറയാൻ ശുദ്ധമായിട്ടുള്ള കളിയായിരുന്നു. അപ്പോ അത് ഒന്ന്. അപ്പൊ ആശാന്റെ എല്ലാം പുരുഷന്മാരുടെ ഇടയിലായിരുന്നു. അപ്പൊ എനിക്കതൊരു പ്രശ്നമൊന്നുമില്ല. കാരണം ഇപ്പൊ അണിയറയാന്ന് പറഞ്ഞാലും സുരച്ചേട്ടൻ, ശശിചേട്ടൻ അവരൊക്കെ തൃപ്പൂണിത്തുറക്കാരാണ്. അവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം. കുട്ടിക്കാലത്തൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ ഇല്ലത്തുള്ളവര് അങ്ങനെ എല്ലാം ദിലീപ് അങ്ങനെ തൃപ്പൂണിത്തുറയുടെ ഒരു ഇത് ഉള്ളതുകൊണ്ട് ആ ഒരു പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസോ എല്ലാവരെയും അറിയണതുകൊണ്ട് അതുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കോങ്ങാട് വാസുവാശന്റെ അടുത്ത് പഠിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ കാർമണ്ണ് കുഞ്ചാ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പോഴായാലും അവിടെ എനിക്കൊരു പ്രശ്നം വന്നിട്ടില്ല. കാരണം വിനു വാസുദേവൻ, KB രാജാനന്ദ്, അപ്പോ കുഞ്ചാ ട്രസ്റ്റിന്റെ കളി എന്ന് പറഞ്ഞാൽ ബിജു തെക്കുംപാട് ഇവരൊക്കെ ഉണ്ടാവും. അപ്പോ ബിജു തെക്കുംപാടിന്റെ അല്ലെങ്കിൽ രാജാനന്ദന്റെ കാറിൽ പോവാ, തിരിച്ച് കളി കഴിഞ്ഞ രാജാനന്ദന്റെ വീട്ടിലേക്ക് വരിക. അപ്പോ പിന്നെ ഞങ്ങളൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു 2006 ഒരു 10 ആർട്ടിസ്റ്റ് 10 ദിവസവും കാറൽമണ്ണ ആ ലിമിറ്റഡ് സൗകര്യങ്ങളിൽ അവിടെ ജീവിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങി അങ്ങനെ എല്ലാം അവിടെ ആയിട്ട് അങ്ങനെ ഒരു 10 ദിവസം സ്പെൻഡ് ചെയ്തു. അപ്പൊ സദനം ഭാസി, കലാമണ്ഡലം സോമൻ, വെള്ളിനേഴി ഹരിദാസ്, കലാമണ്ഡലം മനോജ്, ഇങ്ങനെ തുടങ്ങി ഹരിനാരായണൻ, കുറെ പേര്. അപ്പൊ ആ ഒരു അതോടുകൂടി എന്താ പീശപ്പള്ളി രാജൻ, ഇങ്ങനെ കുറെ പേരായിട്ട് കഥകളിക്കാരായിട്ട് എനിക്ക് ഭയങ്കര ഒരു ആത്മബന്ധം, ഒരു സൗഹൃദവും അവരെ പറ്റി കൂടുതൽ അടുത്തറിയാൻ. അപ്പൊ ഇവരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അണിയറയില് കംഫർട്ടാണ് എന്നുള്ളൊരു തോന്നല് വന്നു. ആദ്യം തൃപ്പൂണിത്തുറ എറണാകുളം ഭാഗത്ത്, പിന്നെ അത് കഴിഞ്ഞ് വടക്കോട്ട് പോയിട്ട് പാലക്കാട്, കോഴിക്കോട് അവിടെ, പിന്നെ തിരുവനന്തപുരത്തുമായിട്ട് അവിടെ, പിന്നെ അവിടെ പിന്നെ ധാരാളം കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോട്ടയം, കൊല്ലം, ചെങ്ങന്നൂർ, ഒരുവിധം കേരളം മുഴുവൻ കളിച്ചു എന്ന് പറയാം, കണ്ണൂരൊക്കെ. അപ്പോൾ ഒരു സ്ഥലത്ത് എനിക്കൊരു ബുദ്ധിമുട്ട് ഇന്ന് വരെ സത്യം പറഞ്ഞാൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഉണ്ടായിട്ടില്ല. ഇനി ഇത് മതിയായി നിർത്താം, അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കുള്ള യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അതിന് എനിക്ക് കഥകളിക്കാരോട് ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കഥകളി ഇങ്ങനെ പതുക്കെ കളിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഇനി കഥകളി അതിൻ്റെ ഒരു കുറവ് കൂടിയാണ്. മാത്രമല്ല എന്താ വെച്ചാൽ കഥകളി എന്ന് പറയുമ്പോഴും കഥകളിക്കാരെന്ന് പറയുമ്പോഴും അണിയറ എന്നൊക്കെ പറയുമ്പോഴുള്ള ഒരു പെർസെപ്ഷൻ സൊസൈറ്റിയുടെ ഉള്ളത് വളരെ മോശമായിട്ടൊരു പെർസെപ്ഷൻ. ഇപ്പോൾ കാലം ഒരുപാട് വ്യത്യാസം വന്നു. അന്നത്തെ കാലത്താണ് ഞാൻ പറയുന്നത്, അതിന് മുമ്പത്തെ തലമുറ കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങളുടെ പേരിലുള്ള ഒരു ഇംപ്രഷൻ, സൊസൈറ്റിയിലുള്ള ഒരു ഇംപ്രഷനാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ, ഒരുപാട് വ്യത്യാസം വന്നു. കഥകളിക്കാരാവട്ടെ, ആർട്ടിസ്റ്റ് ആയാലും ആരായാലും വളരെ പ്രാക്ടിക്കലാണ്. അവരവരുടെ കാര്യങ്ങൾ, അവരുടെ ലിമിറ്റ്സ് എല്ലാവർക്കും നമുക്ക് കൃത്യമായിട്ട് അറിയാം. വളരെ മാന്യമായിട്ട് പെരുമാറുന്നത് നമുക്ക് തന്നെ അറിയാം. അണിയറയിൽ ഇപ്പം എപ്പോഴും അധികവും ചിലപ്പോൾ ഒറ്റയ്ക്ക് നമ്മൾ മാത്രം, ബാക്കിയെല്ലാം പ്രത്യേകിച്ച് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള പുതിയ തലമുറയിലെ കലാകാരന്മാര് അവര് നമ്മളെ ഒരു സ്ത്രീ എന്നുള്ള പക്ഷത്ത് പോലും ചിന്തിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ആ ഒരു എന്താ വെച്ചാൽ നമ്മളെ ഇപ്പൊ അതിനെയൊക്കെ നമ്മൾ ട്രാൻസെൻഡ് ചെയ്ത് കഴിഞ്ഞു ആസ് എ സൊസൈറ്റി. ഇപ്പൊ നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ പുറത്തേക്ക് പഠിപ്പിക്കാൻ വിടുന്നുണ്ട്, ജോലിക്ക് വിടുന്നുണ്ട്. അവര് രാത്രി ഇപ്പൊ ബാംഗ്ലൂരോ അല്ലെങ്കിൽ മദ്രാസിനൊക്കെ ബസ്സിൽ യാത്ര ചെയ്ത് വരുന്നുണ്ട്. പെൺകുട്ടികൾ തന്നെ സഞ്ചരിക്കാൻ തുടങ്ങി. ആൾക്കാരുടെ അങ്ങനെ ഒരു കാഴ്ചപ്പാടൊക്കെ മാറി, സൊസൈറ്റി വലുതായി, കാഴ്ചപ്പാട് മാറി. എന്താ പറയണ്ടേ, ഒരു ജെൻഡർ സെൻസിറ്റിവിറ്റി ഒക്കെ കുറെ വന്നു കഴിഞ്ഞു. അപ്പോൾ കഥകളിക്കാരും അതിനനുസരിച്ച് അവരും വലുതായി, അവർ ഈ ലോകത്ത് ജീവിക്കുന്നവരല്ലേ, അവരുടെയും കാഴ്ചപ്പാടൊക്കെ വ്യത്യാസം വന്നു. അപ്പോൾ വളരെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഇഷ്യൂവും ഉണ്ടായിട്ടില്ല എന്നുള്ളതിന്
അപ്പൊ ഹരിപ്രിയയുടെ അഭിപ്രായത്തിൽ പുതിയ തലമുറയിൽ വരുന്ന കുട്ടികൾ അവർക്ക് വളരെ മറ്റേതൊരു പ്രൊഫഷനെയും പോലെ വളരെ ഓപ്പൺ ആയിട്ട് കയറി വരാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് കഥകളി എന്നുള്ളത്. ഒന്ന് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ 100% ഡെഡിക്കേഷൻ. ഈ പറഞ്ഞ ഷോർട്ട് കട്ട്സ് ഇല്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് തന്നെ ഇത് നേടിയെടുക്കണം. അതൊന്ന്. പിന്നെ ഒരു ഫിനാൻഷ്യലി സെക്യൂർ എത്രണ്ടും സെക്യൂർ ആവും ഇതുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരു കഥകളി കളിച്ചിട്ടൊക്കെ ആവാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് പിന്നെ ഇപ്പം സ്ഥാപനത്തിൻ്റെ ഒരു ബാക്കപ്പ് ഒന്നും ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നവും ഉണ്ടാവും. അപ്പോൾ ഒരു പാഷനായിട്ട് ഇത് കൊണ്ടു നടക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റും. പക്ഷെ ഞാൻ കഥകളിക്കാരോട് തന്നെ പറയാറുണ്ട് വെച്ചാൽ കുട്ടികൾ, എൻ്റെയൊക്കെ മകൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ ഇപ്പം പഠിച്ചു വരുന്ന ആദിത്യൻ, പ്രവീണിനെ പോലെയുള്ളവരൊക്കെ ഞാൻ അവരോട് പറയാറുണ്ട്, എല്ലാവർക്കും ഒന്നും ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടും എന്നൊന്നും പറയാൻ പറ്റില്ല. കിട്ടിയവർ ഭാഗ്യവാന്മാർ, അത്രേ ഉള്ളൂ. അപ്പോൾ ഫിനാൻഷ്യലി സെക്യൂർ ആവണമെങ്കിൽ നമ്മൾ ഈ കഥകളിയോട് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ട്, ഇന്നത്തെ കാലത്ത് വെച്ചാൽ ഒരുപാട് പോസിബിലിറ്റീസ് ആണ്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് വേറെ രീതിയിലുള്ള ഒരു വരുമാനം, ഒരു 10-20,000 രൂപയെങ്കിലും മാസം നമുക്ക് കിട്ടാനുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യണം എന്നുള്ളത് ഞാൻ അവരോട് പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫിനാൻഷ്യലി സെക്യൂർ ആയ നമ്മൾ ഈ വല്ലാണ്ട് അവസരങ്ങൾക്ക് വേണ്ടി ഒരാളുടെ കയ്യും കാലും പിടിച്ചിട്ട് അല്ലെങ്കിൽ വല്ലാണ്ട് നമ്മുടെ മെക്കെട്ട് ഈ എന്താ പറയണ്ടേ അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ഈ പഠിപ്പിക്കാൻ വരണവരുടെയൊക്കെ മുമ്പിൽ നമുക്കൊരു ചങ്കൂറ്റം വേണം. ഇപ്പൊ രാവണീയൻ എന്ന് വെച്ചാൽ വള്ളത്തോളിന്റെ മുമ്പിൽ പറയാൻ പറ്റി. വള്ളത്തോൾ ഉണ്ടാക്കിയ കലാമണ്ഡലം എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ പോയിട്ട് രാവണീയനാശാന് പറയാനുള്ള കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കലയോടുള്ള ശക്തി. അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസ് നമ്മളെ കുറിച്ച് നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി കൂടി സെക്യൂർ ആവണം. അപ്പൊ ആ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കണം. അപ്പൊ ഈ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ വരികയാണെങ്കിൽ എത്രയും സെക്യൂർ ആവും ഫിനാൻഷ്യലി എന്നുള്ള ഒരു ചോദ്യം ഉണ്ട്. പക്ഷെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ദറ്റ് ഇസ് പോസിബിൾ. എക്സ്പ്ലോർ ചെയ്യാൻ ഇനിയും കഥകളിയിൽ പുറം ലോകത്ത് പോയി എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുണ്ട്. അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതിനൊക്കെയുള്ള സ്കോപ്പ് ഉണ്ട് ഇവിടെ. അത് ഈ ഒരു ആസ്പെക്റ്റ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഐ തിങ്ക് ദിസ് ഇസ് ആൻ ഓപ്പൺ വേൾഡ്. യെസ്. ഇപ്പോൾ ഇത്ര നേരം നമ്മൾ ഹരിപ്രിയയുടെ കഥകളി വർത്തമാനം കേട്ടു. സമീപ ഭാവിയിൽ പുതിയ ഒരു എന്താ പറയുക ഒരു പുതുവേഷത്തോടെ മടി മാറ്റിവെച്ച് നമുക്ക് നല്ല ഏതെങ്കിലും 2 കഥാപാത്രം മനസ്സിലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഏതെങ്കിലും ഒരു കഥാപാത്രവുമായി ഹരിപ്രിയ പ്രത്യക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയിൽ ഹരിപ്രിയക്ക് ഒരു വലിയ നന്ദി ഈ പരിപാടി പങ്കെടുത്തതിൽ. രഞ്ജിനിയുടെ ഒപ്പം കുറേ നേരം സംസാരിച്ചു. സാധാരണ ഒരു ഇന്റർവ്യൂ പോലെ അല്ല. അതെന്ന് വെച്ചാൽ ഷെയറിങ് ആണ്. എനിക്കും പറയാനുണ്ട്, രഞ്ജിനിക്കും പറയാനുണ്ട്. ഞങ്ങൾ ധാരാളം അരങ്ങുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്, അണിയറ ഷെയർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് തമ്മിൽ കണ്ടാലും കഥകളിയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സ് ആയത്. അപ്പൊ കഥകളി വർത്തമാനം പറഞ്ഞാണ്. അപ്പൊ അതാണ് ഞങ്ങൾക്ക് നമ്മൾ എപ്പോഴും പറയാനുള്ളൂ. അതുപോലെ ഒരു ചാറ്റ് ആണ് ഇത്, ശരിക്ക് ഒരു ഇന്റർവ്യൂ അല്ല. അപ്പൊ നിങ്ങൾക്കും അതുപോലെ അത് രസമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ സന്തോഷം, വളരെ തൃപ്തി മനസ്സിന്. ഇങ്ങനെ ഒരു വൈകുന്നേരം ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് ശ്രീജിത്ത് മേനോനോടും കഥകളി വാർത്താനത്തിലേക്ക് എല്ലാവരും ഇത് ആസ്വദിക്കുന്നത് പ്രതീക്ഷിക്കുന്നു. ഇത് ഇന്നല്ല ഇതിന്റെ വില. എനിക്ക് തോന്നും ഇപ്പൊ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത് വരണ ഒന്ന് കലാമണ്ഡലം പത്മനാഭനാശാന്റെ നല്ലാർകുല അദ്ദേഹം ക്രിമിരോധന ചൊല്ലിയാടുന്നതിന്റെ ഒരു 2 പീസ്. ഇതിപ്പോ ഇന്ന് അദ്ദേഹം ഇല്ല. ഇന്ന് അതിന്റെ വില എത്രയാണെന്ന് പറഞ്ഞാൽ തീരില്ല. എന്ന് പറഞ്ഞ പോലെ ഇന്നുള്ള ഈ കലാകാരന്മാരെയൊക്കെ ഓരോരുത്തരെ, ഹരിഹർ നായർ, രവികുമാർ, ദേവദാസ്, ഇവരൊക്കെ അങ്ങനെ ഓരോരുത്തരായിട്ട് ശ്രീജിത്തിന്റെ ചാനലിലൂടെ ചെയ്തു വരുന്നു. അതിന്റെ വില ഒരുപക്ഷെ നാളെയാണ് നമ്മൾ തിരിച്ചറിയുക. ഈ കലാകാരന്മാരൊക്കെ സംസാരിച്ചത് അവരുടെ ഉള്ളറിഞ്ഞ, കാരണം നമ്മൾ വേഷം കെട്ടി നിൽക്കുമ്പോൾ അവർ കാണിക്കുന്നത് അവരുടെ മനസ്സെന്താണെന്ന് നമ്മൾ നോക്കാറില്ല. ആ മനസ്സ്, ആ ആർട്ടിസ്റ്റിന്റെ സന്തോഷങ്ങള്, കാഴ്ചപ്പാടുകള്, ഇതെല്ലാം അറിയാനും മനസ്സിലാക്കാനും ആർട്ടിസ്റ്റിനെ നമുക്ക് കൂടുതൽ അറിയാൻ കിട്ടുന്ന ഒരു അവസരം. വളരെ സന്തോഷം.